ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ നോവൽ സ്നേഹം വിളഞ്ഞ വയലേലകൾ. വല്ലാതെ അടക്കിപ്പിടിച്ചാണ് നന്ദിനി ഹോസ്റ്റലിലെത്തിയത്. മുറിയിൽ കിടന്നതും അവൾ വാതിലടച്ച് കിടക്കയിൽ വീണു. കുറേ നേരം കരഞ്ഞപ്പോൾ ആശ്വാസം തോന്നി. എവിടെ ചെന്നാലും തൻ്റെ തലയ്ക്ക് മുകളിൽ മാംസദാഹിയായ ഏതെങ്കിലും ഒരു കഴുകൻ വട്ടമിട്ട് പറന്നുകൊണ്ടേയിരിക്കുമല്ലോ എന്ന് അവൾ മനസ്സാ വിലപിച്ചു. ഇന്നത്തെ രക്ഷപ്പെടൽ അത്ഭുതമായിട്ടാണ് അവൾക്ക് തോന്നിയത്. അത്രയും തൻ്റെ ഇടം തനിക്ക് എവിടെ നിന്ന് ലഭിച്ചു? ഇനി ആ സ്ഥാപനത്തിൽ ജോലി തുടരണമോ വേണ്ട എന്നാണ് ആദ്യം തോന്നിയത്. അല്ലാതെ എങ്ങനെ ജീവിക്കും? ഹരിഹരൻ സാർ വളരെ പണിപ്പെട്ട് നേടുത്തുന്ന ജോലിയാണത്. അദ്ദേഹത്തെ ഇനിയും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. ജോലി തുടരുക തന്നെ. എന്തിനു ഭയപ്പെടുന്നു? ഇനി ആ കശ്മലിനെ തനിക്ക് പേടിയില്ല. അയാളോട് ചെറുത്തു നിൽക്കാനുള്ള ശക്തി ശരീരത്തിന് മാത്രമല്ല മനസ്സിനുമുണ്ട്. അനിതയോടും ജാസ്മിനോടും 4 വാചകം കൂടി പറയേണ്ടതായിരുന്നെന്ന് നന്ദിനിക്ക് തോന്നി. എന്നാലും തന്നെ ചതിയിലകപ്പെടുത്താൻ അവർ കൂട്ടുനിന്നല്ലോ. കൂട്ടുകാരികളായി സ്നേഹം നടിച്ച് കൂടെ നിന്നവർ. സംസാരിക്കുമ്പോഴൊക്കെ എന്തൊരു സ്നേഹമായിരുന്നു. അവസാനം ഒരു പെണ്ണിൻ്റെ ജീവിതം തകർക്കാൻ കെണിയൊരുക്കി. അവരെ എന്തിനു കുറ്റം പറയുന്നു? ഒരിക്കൽ ഇതേ കെണിയിൽ വീണു പോയതായിരിക്കും അവർ. മാനത്തിന് ഇന്നവർ കൽപ്പിക്കുന്ന വില കുറേ കറൻസി നോട്ടുകൾ മാത്രമായിരിക്കും. മുതലാളി ഇങ്ങനെയൊരു കെണിയൊരുക്കണമെന്ന് നിർബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ഒഴിഞ്ഞു മാറാനൊക്കുകയില്ല. അവരുടെ ചോറ് ആ ജോലിയും മുതലാളി എണ്ണിക്കൊടുക്കുന്ന തുച്ഛമായ ശമ്പളവുമാണ്. അത് നഷ്ടപ്പെട്ടാൽ ജീവിതം നഷ്ടപ്പെട്ടതുപോലെയായി. അവർ ഇത്രയേ വിചാരിച്ചു കാണൂ. നന്ദിനിക്കും കുറച്ച് പണം കിട്ടട്ടെ, അക്കൂട്ടത്തിൽ മുതലാളി ഒന്ന് സന്തോഷിക്കുകയും ചെയ്യട്ടെ. കൂട്ടുനിന്നതിന് തങ്ങൾക്കും കിട്ടുമല്ലോ എന്തെങ്കിലും നക്കപ്പിച്ച. അവരോട് ദേഷ്യപ്പെടേണ്ടായിരുന്നുവെന്ന് നന്ദിനി വിചാരിച്ചു. ജീവിക്കാൻ വേണ്ടി ഓരോ സാധുക്കൾ എന്തെല്ലാം പിഴകൾ ചെയ്തു പോകുന്നു. അവരെ കുറ്റപ്പെടുത്തിക്കൂടാ. ഹരിഹരൻ സാറിനോട് ഇതേക്കുറിച്ച് പറയണോ? വേണ്ട, പറയാതിരിക്കുന്നതാണ് നന്ന്. ക്ഷിപ്രകോപിയാണ് ആൾ. ദേഷ്യത്തിന് പറഞ്ഞെന്നു വരാം. ഇനിമേൽ നീ ജോലിക്ക് പോകണ്ട. ചിലപ്പോൾ കൃഷ്ണൻ ഉണ്ണിയോടും പറഞ്ഞെന്നിരിക്കും. അതുമല്ലെങ്കിൽ ബുക്ക് സെൻറ്ററിൽ ചെന്ന് നേരിട്ട് ചെറിയാച്ചനുമായി വഴക്കുണ്ടാക്കിയെന്ന് വരും. കൂട്ടച്ചോദ്യവും മറ്റും ഉണ്ടായിക്കഴിഞ്ഞിട്ട് തനിക്ക് പിന്നെ ആ സ്ഥാപനത്തിൽ ജോലി തുടരാൻ സാധിച്ചെന്ന് വരില്ല. വേണ്ട, ഹരിഹരൻ സാറിനോട് പറയണ്ട. അവൾ ആ ദുരന്തത്തിൻ്റെ ഓർമ്മ മനസ്സിലൊതുക്കി. ഹരിഹരൻ കാണാൻ വന്നപ്പോൾ അതേക്കുറിച്ച് സൂചിപ്പിച്ചു പോലുമില്ല. സുഖമാണോ നന്ദിനിക്കുട്ടി? സ്നേഹവായ്പോടെ അയാൾ ചോദിച്ചു. ഉവ്. എന്നെ ഓർക്കാറുണ്ടോ? എനിക്ക് ഓർക്കാൻ വേറാരാ ഉള്ളത്? എങ്ങനെയുണ്ട് മൂപ്പര്? ചെറിയാച്ചൻ മെരുക്കാൻ നോക്കുന്നുണ്ടോ? നന്ദിനി ഒന്ന് പതറി. പിന്നെ പറഞ്ഞു, ഇപ്പോൾ ശല്യമൊന്നുമില്ല. ഇണങ്ങുന്ന ജനസല്ലെന്ന് ബോധ്യമാക്കി കൊടുത്തോ? ബോധ്യപ്പെട്ട് കാണും. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയുള്ളൂ. അത്രയുള്ളൂവെന്ന് നന്ദിനിക്കും പിന്നീട് തോന്നി. ചെറിയാച്ചന് കൂടെ കൂടെ തന്നെ വിളിക്കേണ്ട, ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തരേണ്ട, തൊടുകയും തലോടുകയും വേണ്ട. മുഖാമുഖം കാണേണ്ടി വരുമ്പോഴെല്ലാം കാട്ടുപോത്ത് മുഖം വെട്ടിച്ചു കളയും. ജാസ്മിനും അനിതയും നന്ദിനിയിൽ നിന്ന് അകന്നു നിന്നു. അവർക്ക് ശരിക്കും പിണക്കമുണ്ടായിരുന്നു. എന്നാൽ നന്ദിനി അത്രയ്ക്ക് അനിഷ്ടമൊന്നും കാണിച്ചില്ല. മുമ്പെന്നത്തേതുപോലെ തന്നെ അവൾ അവരോട് സൗമ്യമായി പെരുമാറി. അനിതയുടെയും ജാസ്മിൻ്റെയും അകൽച്ചയുടെ കാരണമെന്തെന്ന് ശ്യാമള ചിക്കിച്ചെകിഞ്ഞു ചോദിച്ചപ്പോൾ നന്ദിനിക്ക് എല്ലാം പറയേണ്ടി വന്നു. കേട്ടതിന് ശേഷം ശ്യാമള ഒരു ദീർഘനിശ്വാസം പൊഴിച്ചു. നീ രക്ഷപ്പെട്ടല്ലോ, അത് മതി. ഈ തൻ്റെ ഇടം അന്ന് എനിക്കുണ്ടായിരുന്നെങ്കിൽ. ഇനി ആശിച്ചിട്ട് ഫലമില്ലല്ലോ. ചേച്ചി അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട, നന്ദിനി പറഞ്ഞു. ഏയ് ഇല്ല. പക്ഷേ അരിയും തിന്ന് ആശാരിച്ചയും കടിച്ചിട്ട് പട്ടിക്കാണല്ലോ പിന്നെ മുറുമുറുപ്പ്. നീ അങ്ങോട്ട് കൂടാൻ ചെന്നിട്ടും അവളുമാരുടെ ഭാവം കണ്ടോ? പോട്ടെ, ഞാനത് ക്ഷമിച്ചു. എന്നാലും ഭയങ്കരികളല്ലേ. അങ്ങനെയൊരു ഓവർ ടൈം പരിപാടിയെക്കുറിച്ച് അനിതയോ ജാസ്മിയോ എന്നോട് സൂചിപ്പിച്ചു പോലുമില്ല. ഞാനും കൂടി വന്നാൽ പന്തിയാവില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അതാണെന്നെ ഒഴിവാക്കിയത്. സമ്മതിക്കണം. ചേച്ചി അവരോടൊന്നും പറയില്ലേ? ഇല്ല. എൻ്റെ ജോലി ഞാൻ തന്നെ നഷ്ടപ്പെടുത്തുമോ നന്ദിനി? ഞാനതിന് കൊടുത്ത വില നിനക്കറിയാമല്ലോ. ഇത് തന്നെയല്ലേ അവരുടെ പ്രശ്നം. ചെറിയാച്ചൻ നന്ദിനിയെ കുടുക്കാനുള്ള പദ്ധതികളിലായിരുന്നു. നന്ദിനിയുടെ ജീവിത പശ്ചാത്തലം മനസ്സിലാക്കാനാണ് ആദ്യം അയാൾ ശ്രമിച്ചത്. അവൾ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു? ഹോസ്റ്റലിലാണ് അവളുടെ താമസമെന്ന് അയാൾ മനസ്സിലാക്കി. ഹോസ്റ്റലും കണ്ടുപിടിച്ചു. സംഭവിച്ചതൊന്നും അവൾ കൃഷ്ണൻ ഉണ്ണിയോട് പറഞ്ഞിട്ടില്ലെന്ന് വ്യക്തമായതോടെ അയാൾക്ക് ധൈര്യമായി. കൃഷ്ണൻ ഉണ്ണിയിൽ നിന്നും സൂത്രത്തിൽ അവളുടെ നാടും വീടും അന്വേഷിച്ചറിയുവാനുള്ള ശ്രമം തുടങ്ങി. അധ്യായം 18. ചെറിയാച്ചൻ കൃഷ്ണൻ ഉണ്ണിയുടെ വീട്ടിൽ ചെന്നാണ് അയാളെ കണ്ടത്. കൃഷ്ണൻ ഉണ്ണി ചെറിയാച്ചനെ സ്വീകരിച്ചിരുത്തി. എന്തൊക്കെയുണ്ട് അച്ചായ വിശേഷങ്ങൾ? ഓ, ഞങ്ങൾക്കൊക്കെ എന്തു വിശേഷം? വിശേഷങ്ങളെല്ലാം നിങ്ങൾ പത്രക്കാർക്കല്ലേ.
പുസ്തകത്തിലും വല്ലതുമൊക്കെ കാണാതെ വരില്ലല്ലോ. അമ്മ എവിടെ? ചെറിയാച്ചൻ വന്നൂന്നറിഞ്ഞ് ചായ എടുക്കുന്നു. അകത്തിരുന്ന് തന്നെ അവർ ഇതെല്ലാം അറിയുമോ? ആരൊക്കെ വരുന്നു പോകുന്നു എന്നൊക്കെ? അതൊക്കെ സ്ത്രീ സഹജമായ സിദ്ധികളല്ലേ. ആകട്ടെ, നമ്മുടെ ഒരു പെൺകുട്ടിയുണ്ടല്ലോ ബുക്ക് സെൻറ്ററിൽ, ഒരു നന്ദിനി. ജോലിയൊക്കെ നന്നായി ചെയ്യുന്നുണ്ടോ? ഓ, നന്ദിനി, ഞാൻ ഓർക്കുന്നു. കൃഷ്ണനുണ്ണി പറഞ്ഞിട്ടല്ലേ ഞാൻ അവൾക്ക് ജോലി കൊടുത്തത്? അതെ. എന്താ കുഴപ്പം വല്ലതുമുണ്ടോ? മിടുക്കിയാണവൾ. കൃഷ്ണനുണ്ണിയോട് ഞാനത് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇത്രയും ബുദ്ധിയും സാമർഥ്യവുമുള്ള പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. ഒരു സെയിൽസ് ഗേൾ ആയിരിക്കേണ്ടവളല്ല അവൾ. ഉവ്വോ, എന്തൊരു വശ്യമായ പെരുമാറ്റം. എൻ്റെ ബിസിനസ് അവളെക്കൊണ്ട് കൂടുതൽ ലാഭമുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ ഉറപ്പു പറയാം. അവളുടെ മുൻപിൽ നിന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒരു കസ്റ്റമറും പോയിട്ടില്ല. വേണ്ട എന്ന് പറയുന്നവനെക്കൊണ്ട് അവൾ അതല്ലെങ്കിൽ മറ്റൊന്ന് വാങ്ങിപ്പിച്ചിരിക്കും. പെരുമാറ്റത്തിൻ്റെയും സാമർഥ്യത്തിൻ്റെയും ഗുണം മാത്രമല്ല അത് കേട്ടോ. പെണ്ണ് സുന്ദരിയാണ്, മിടുമിടുക്കി. എനിക്കാദ്യം ആശങ്കയുണ്ടായിരുന്നു. കൃഷ്ണനുണ്ണി പറഞ്ഞു. ഒരോണം കയറാൻ മൂലയിൽ നിന്ന് വന്ന എട്ടും പൊട്ടും തിരിയാത്ത ആ പെണ്ണിന് എന്തെങ്കിലും പണി ചെയ്യാൻ അറിയാമോ എന്ന് അച്ചായൻ പരാതിയുമായി എന്നാണ് എൻ്റെ അടുത്ത് വരിക എന്ന് ഭയന്നിരിക്കുകയായിരുന്നു ഞാൻ. ഏതാ അവളുടെ നാട്? കൃഷ്ണനുണ്ണി ഒന്നും വിചാരിക്കാതെ സ്ഥലപ്പേര് പറഞ്ഞു. പാവമാണ് കേട്ടോ അവൾ. യാതൊരു അഹന്തയുമില്ല. ലളിതമായ വേഷധാരണം, മേക്കപ്പില്ലെന്ന് പറയണം. ഒരു പൊട്ടുകുത്തിയെങ്കിലായി. എന്തൊരടക്കവും ഒതുക്കവും വിനയവും. കണ്ടാൽ തോന്നും ഏതോ വലിയ കുടുംബത്തിൽ ജനിച്ചതാണെന്ന്. നല്ല കുലീനത്വം. നല്ല കുടുംബമായിരുന്നു എന്നാണ് അറിവ്. അച്ഛനൊരു അധ്യാപകനായിരുന്നു. സന്ദർഭവശാൽ അയാളൊരു കൊലയാളിയായി. അയാൾ അടുത്തിടെ തൂക്കിക്കൊല്ലപ്പെട്ടു. പിന്നെ രണ്ടാനച്ഛൻ്റെയോ മറ്റോ സംരക്ഷണത്തിലായിരുന്നു. അയാൾക്ക് അവളുടെ ശരീരത്തിലായിരുന്നു കണ്ണ്. അയാളിൽ നിന്ന് രക്ഷപ്പെടാനാണ് നഗരത്തിൽ വന്നു കൂടിയത് തന്നെ. ചെറിയാച്ചൻ കൊടുത്ത ജോലി അവൾക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ഊന്നുവടിയായി. കഷ്ടം, പാവം കുട്ടി. പഠിച്ചു നടക്കേണ്ട പ്രായം. പഠിക്കാൻ മിടുക്കിയായിരുന്നത്രേ. ഫസ്റ്റ് ക്ലാസ്സോടെയായിരുന്നു ഓരോ പരീക്ഷയും പാസ്സായിട്ടുള്ളത്. അവൾ ഈ നഗരത്തിലുണ്ടെന്ന വിവരം രണ്ടാനച്ഛന് അറിയില്ലേ? ആവോ, ആർക്കറിയാം. അവളെങ്ങനെ ഇവിടെ എത്തി? കൃഷ്ണനുണ്ണി പരിങ്ങി. പെട്ടെന്നൊരു നുണ കിട്ടി. അവൾക്കിവിടെ ഏതോ ബന്ധുവുണ്ടത്രേ. അകന്ന ബന്ധുവോ മറ്റോ ആണ്. അവരുടെ കൂടെയാണോ താമസം? ആയിരിക്കും. ഹോസ്റ്റലിലാണെന്നാണല്ലോ എൻ്റെ അറിവ്. ഇതൊക്കെ ആരന്വേഷിക്കുന്നു ചെറിയാച്ച? കൃഷ്ണനുണ്ണിക്ക് എങ്ങനെയാ ഇവളെ പരിചയം? ഞങ്ങളുടെ പത്രത്തിൽ ഇവളുടെ അച്ഛനെക്കുറിച്ച് ഒരു ഫീച്ചർ പ്രസിദ്ധീകരിച്ചിരുന്നു. ഒപ്പം അയാളുടെ കുടുംബത്തെക്കുറിച്ചും. ആ കുടുംബത്തിൻ്റെ ശോചനീയാവസ്ഥ അറിഞ്ഞപ്പോൾ ഒന്ന് സഹായിച്ചെന്നേ ഉള്ളൂ. ഓ, അത്രയുള്ളോ? അവളുടെ ബന്ധുവായിരിക്കും. 7,000 രൂപ സെക്യൂരിറ്റി വെച്ചതല്ലേ? അല്ലാതെ ആര് വയ്ക്കും? പാവം പെൺകുട്ടി. അതിൻ്റെ ഒരു ജീവിതവും കഷ്ടപ്പാടും. കൃഷ്ണനുണ്ണി മുഖേനയാണെങ്കിലും എൻ്റെ സ്ഥാപനത്തിൽ ഒരു ജോലി കൊടുത്ത് എനിക്കവളെ സഹായിക്കാൻ കഴിഞ്ഞല്ലോ. എനിക്കതിൽ ചാരിതാർത്ഥ്യം തോന്നുന്നു. കൃഷ്ണനുണ്ണിയുടെ അമ്മ ചായയുമായി വന്നു. ചെറിയാച്ചൻ ട്രേയിൽ നിന്ന് ചായക്കപ്പെടുത്തുകൊണ്ട് പറഞ്ഞു. അമ്മ ഈ വയസ്സുകാലത്തിങ്ങനെ കഷ്ടപ്പെടണോ? ഈ കൃഷ്ണനുണ്ണിയോട് ഒരു പെണ്ണ് കെട്ടാൻ പറ. ഞാൻ പറയാഞ്ഞിട്ടാണോ? അവനും കൂടി തോന്നണ്ടേ? അമ്മ പരിഭവം പറഞ്ഞു. അവർ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ചെറിയാച്ചൻ കൃഷ്ണനുണ്ണിയെ നോക്കി. ഉണ്ണി, ഞാനൊരു കൂട്ടം പറഞ്ഞാൽ തനിക്കെന്നോട് നീരസം തോന്നോ? ചെറിയാച്ചൻ എന്തു പറഞ്ഞാലും എനിക്ക് നീരസമില്ല. എന്നാലും ഞാൻ പറയുന്നത് അരുതായികയാണെങ്കിൽ ക്ഷമിച്ചു കളയണം കേട്ടോ. കൃഷ്ണനുണ്ണി ചിരിച്ചു. തനിക്ക് ആ പെണ്ണിനെ അങ്ങ് കെട്ടിക്കൂടെ? നന്ദിനിയെ. നല്ല ഐശ്വര്യമുള്ള കുട്ടിയല്ലേ? സമ്പത്തില്ലെന്നല്ലേ ഉള്ളൂ. കൃഷ്ണനുണ്ണി പൊട്ടിച്ചിരിച്ചു. ഒടുവിൽ ഇല്ലെന്ന അർത്ഥത്തിൽ തലയാട്ടി. അല്ല, തനിക്കങ്ങനെ വല്ല മോഹവുമുണ്ടോ മനസ്സിനടിയിൽ? ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പം? ഏയ്, തെറ്റിദ്ധരിക്കണ്ട. അവളെ കെട്ടാൻ വേറെ ആൾ വരും. ഉവ്വോ, ആരാ? ആരാണെന്ന് ചോദിച്ചാൽ കൃഷ്ണനുണ്ണി ഒന്ന് നിർത്തി. ആരെങ്കിലും വരും, വരാതിരിക്കില്ല. കൃഷ്ണനുണ്ണി ഒഴിഞ്ഞു മാറിയതാണെന്ന് ചെറിയാച്ചന് മനസ്സിലായി. ഇനി അതേക്കുറിച്ച് ചോദിക്കുന്നത് പന്തിയല്ലെന്ന് ആ കുശാഗ്ര ബുദ്ധിക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. വേണ്ടിടത്തോളം വിവരം കിട്ടിക്കഴിഞ്ഞു. ഇനി പോകാം. നന്ദിനിക്ക് ഒരു കാമുകനുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനാണോ പ്രയാസം? ചെറിയാച്ചൻ യാത്ര ചോദിച്ചിറങ്ങി. ഓഫീസിലെത്തിയ ശേഷം അയാൾ ചില കണക്കുകൾ കൂട്ടി. ചിലന്തി ഇരയെ കൊടുക്കാൻ പതുക്കെ പതുക്കെ വല നെയ്തുകൊണ്ടിരുന്നു. ഇനി ഒന്നേ അറിയാനുള്ളൂ, നന്ദിനിയുടെ കാമുകൻ ആരാണെന്ന്. ആ ചുമതല അയാൾ അനിതയെയും ജാസ്മിനെയും ഏൽപ്പിച്ചു. അനിതയ്ക്കും ജാസ്മിനും അതത്ര ബുദ്ധിമുട്ടുള്ള പണിയായിരുന്നില്ല. ഹരിഹരൻ ഇടയ്ക്കിടെ പുസ്തകം വാങ്ങാനെന്ന വ്യാജേന ബുക്ക് ഷോപ്പിൽ വരുമായിരുന്നു നന്ദിനിയെ കാണാൻ. വന്നാൽ നന്ദിനിയുടെ അടുത്ത് ചെല്ലും. അവളെക്കൊണ്ട് പല പുസ്തകങ്ങൾ എടുപ്പിക്കും. അതൊന്നും വേണ്ട എന്ന് പറയും. അതിനിടയിൽ നന്ദിനിയോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയും ചെയ്യും.
ഒടുവിലൊരു പുസ്തകവും വാങ്ങി സ്ഥലം വിടും. ഇത് പലതവണയായപ്പോൾ ജാസ്മിയും അനിതയും ഹരിഹരനെയും നന്ദിനിയെയും ശ്രദ്ധിക്കാൻ തുടങ്ങി. ഹരിഹരനും നന്ദിനിയുമാകട്ടെ ആപത്തിനെക്കുറിച്ച് ഒരു ഊഹം പോലുമില്ലായിരുന്നു. അനിതയും ജാസ്മിനും ചെറിയാച്ചന് റിപ്പോർട്ട് നൽകി. ചെറിയാച്ചനും ഒരു ദിവസം ആളെ കണ്ടു. കക്ഷിയെ എവിടെയോ വെച്ച് കണ്ട പരിചയവും തോന്നി. എവിടെ വെച്ചാണെന്ന് ശരിക്കും ഓർമ്മ കിട്ടിയുമില്ല. ഒരു ദിവസം ഹരിഹരൻ വന്നയുടൻ ജാസ്മിൻ ചെന്ന് ചെറിയാച്ചനെ വിവരമറിയിച്ചു. ചെറിയാച്ചൻ ഇറങ്ങി വന്നു. അയാൾ ഹരിഹരൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമ്മൾ തമ്മിൽ എവിടെയോ വെച്ച് പരിചയമുണ്ടല്ലോ. പരിചയം കാണും. ഞാനിവിടെ വന്നിട്ടുണ്ട് നന്ദിനിയുടെ ജോലിക്കാര്യത്തിന്. ഓ, ഞാനിപ്പോൾ ഓർക്കുന്നു. എന്താ താങ്കളുടെ പേര്? ഹരിഹരൻ. എന്താണ് ജോലി? പത്ര റിപ്പോർട്ടറാണ്. കൃഷ്ണനുണ്ണിയോടൊപ്പം? യെസ്. ഇപ്പോൾ മനസ്സിലായി. എവിടെയാണ് താമസിക്കുന്നത്? ടൗണിൽ നിന്ന് 2-3 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം, കിഴക്കോട്ടുള്ള റോഡിലൂടെ. ഞാനും ആ ഭാഗത്താണല്ലോ. വീട്ടുപേരെന്താ പറയുക? തെക്കും കോയിക്കൽ. ഓ, തെക്കും കോയിക്കൽ. ഞാൻ കേട്ടിട്ടുണ്ട്, ധാരാളമായി കേട്ടിട്ടുണ്ട്. നന്ദിനി ഇടയ്ക്ക് ഹരിഹരനെ കണ്ണടച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അയാൾ അതൊന്നും കണ്ടില്ല. ഇത്രയൊക്കെ ആയിട്ടും ചെറിയാച്ചന് ഹരിഹരൻ പറഞ്ഞതൊന്നും വിശ്വാസം വന്നില്ല. ഒരുപക്ഷെ അയാൾ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നുണ പറഞ്ഞതായിരിക്കുമെന്ന് ചെറിയാച്ചൻ കരുതി. സാറിന് എന്തൊക്കെ പുസ്തകങ്ങളാണ് വേണ്ടത്? ധാരാളം പുതിയ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ളത് എടുത്തു. പുതിയ കുറേ ബുക്കുകൾ ഉടനെ എത്തും. ജേർണലിസത്തെ സംബന്ധിച്ചുള്ളതും ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ചുള്ളതുമൊക്കെ. വന്നാലുടൻ ഓരോ കോപ്പി എടുത്ത് മാറ്റിവെക്കാം. താങ്ക് യു സാർ. ഫോൺ നമ്പർ ഉണ്ടോ? ഉണ്ടെങ്കിൽ വിവരം വിളിച്ചറിയിച്ചേക്കാം. അല്ലെങ്കിൽ വിസിറ്റിംഗ് കാർഡ് തന്നാലും മതി. അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഒരു കാർഡ് എഴുതിയിട്ടാൽ മതിയല്ലോ. ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഹരിഹരൻ വിസിറ്റിംഗ് കാർഡ് എടുത്തു കൊടുത്തു. ചെറിയച്ഛൻ അതുമായി അകത്തേക്ക് പോയി. ഹരിഹരൻ വീണ്ടും നന്ദിനിയെ സമീപിച്ചു. ആരാണെന്നും എന്താണെന്നും വെളിപ്പെടുത്തേണ്ടായിരുന്നു. നന്ദിനി ആശങ്കയോടെ പറഞ്ഞു, അതുകൊണ്ടെന്താ കുഴപ്പം? അയാൾ ഒറ്റിക്കൊടുത്താൽ? നമ്മളെയോ? അതെ. അതുകൊണ്ട് അയാൾക്കെന്താ ലാഭം? പക വീട്ടിയതിൻ്റെ സുഖം? ഏയ്, അങ്ങനെയൊന്നും ചിന്തിക്കാൻ അയാൾക്ക് സമയമെവിടെ? അങ്ങനെ പറഞ്ഞുവെങ്കിലും ഹരിഹരനും തെല്ല ആശങ്ക തോന്നാതിരുന്നില്ല. അല്പം കഴിഞ്ഞ് ഹരിഹരൻ പോയി. നന്ദിനിയും ഹരിഹരനും പിന്നീട് അതങ്ങ് മറക്കുകയും ചെയ്തു. ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിൽ ചെന്ന ശേഷം നന്ദിനി ലേഖയ്ക്ക് ഒരു കത്തെഴുതി. വളരെ വിശദമായിട്ട് തന്നെ. വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ശേഷമുള്ള എല്ലാ വിശേഷങ്ങളും. കത്ത് പോസ്റ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ലേഖയുടെ മറുപടി കിട്ടി. ഹ്രസ്വമായ ആ കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിക്ക് ചേച്ചിയുടെ കത്ത് കിട്ടി. സമ്മിശ്ര വികാരങ്ങളോടെയാണ് ഞാനത് വായിച്ചു തീർത്തത്. ചേച്ചിക്ക് ഭാഗ്യവും സുഖസന്തോഷങ്ങളും നേരുന്നു. ക്ഷമാപണത്തോടെ ഒരു വാർത്ത അറിയിക്കട്ടെ. ഞാൻ വിവാഹിതയായി. 9 ദിവസം മുൻപ്. ഭർത്താവിൻ്റെ പേര് അനിരുദ്ധൻ. ആദ്യം വിവാഹം രജിസ്റ്റർ ചെയ്തു. പിന്നെ അമ്പലത്തിൽ പോയി മാലയിട്ടു. മനുഷ്യരുടെ നീതിയെയും ദൈവത്തിൻ്റെ നീതിയെയും തൃപ്തിപ്പെടുത്തണ്ടേ? ഇനി എല്ലാം നേരിൽ കാണുമ്പോൾ. സ്നേഹത്തോടെ ലേഖ. കത്തു വായിച്ച് നന്ദിനി സ്തബ്ധയായി ഇരുന്നു പോയി. ലേഖ വിവാഹിതയായി എന്ന്. നന്ദിനിക്ക് എന്തെന്നറിയാതെ കരച്ചിൽ വന്നു. സന്തോഷമാണോ സന്താപമാണോ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആ കത്തും കയ്യിൽ പിടിച്ച് നിശബ്ദം കരയുകയും കണ്ണീർ തുടയ്ക്കുകയും ചെയ്തുകൊണ്ട് അവൾ ഒട്ടുനേരം ഇരുന്നു. തൻ്റെ അനുജത്തിയുടെ വിവാഹം അവൾ സങ്കല്പിച്ചു നോക്കി. വലിയ ആഘോഷങ്ങളോടെ ആർപ്പും കുരവയും കൊട്ടും പാട്ടും മേളവുമെല്ലാമായി നടക്കുകയാണത്. വലിയ പന്തൽ നിറയെ തിക്കിത്തിരക്കുന്ന അതിഥികളും നിറപറയുടെയും നിലവിളക്കിൻ്റെയും മുന്നിൽ നമ്രമുഖിയായി ഇരിക്കുന്ന ലേഖ. അവളുടെ കഴുത്തിൽ മിന്നുകെട്ടുന്ന വരൻ്റെ മുഖം വ്യക്തമല്ല. അവരെ അനുഗ്രഹിപ്പാൻ നിറമനസ്സോടെ നിൽക്കുന്ന അച്ഛനും അമ്മയും. അരികത്ത് താനും കൊച്ചുമോനും. എന്തു മനോഹരമായ സങ്കല്പം! അച്ഛനെവിടെ? അമ്മയെവിടെ? കൊച്ചുമോനെവിടെ? ആരുമില്ല. മക്കളുടെ വിവാഹം ആശീർവദിക്കാൻ കാത്തു നിൽക്കാതെ അച്ഛനും അമ്മയും നേരത്തെ പോയി. കൊച്ചുമോൻ ഏതോ അജ്ഞാത ദിക്കിൽ പോലീസുകാരുടെ കണ്ണുകളെ പേടിച്ച് അലയുകയാവും. ജീവിച്ചിരിപ്പുണ്ടോ എന്നുപോലും. ഇതിനിടയിൽ ലേഖയുടെ വിവാഹം നടന്നിരിക്കുന്നു. ഉറ്റവരും ഉടയവരുമില്ലാതെ, അതിഥികളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ. പുതിയ ഒരു സാരി വാങ്ങി എന്നെഴുതുന്ന ലാഘവത്തോടെ ലേഖ എഴുതിയിരിക്കുന്നു. കല്യാണം കഴിച്ചെന്ന്. പതുക്കെ പതുക്കെ അന്തക്ഷോഭം അടങ്ങി. അങ്ങനെയല്ലാതെ എങ്ങനെയാണ് അവളുടെ വിവാഹം നടക്കുക? ആര് നടത്തിക്കൊടുക്കും? തൻ്റെ വിവാഹം നടക്കുകയാണെങ്കിൽ അതും ഏതാണ്ട് ഇതുപോലെ ആയിരിക്കില്ലേ? സന്തോഷിക്കുകയാണ് വേണ്ടത്. തൻ്റെ അനുജത്തിയെക്കുറിച്ച് അഭിമാനിക്കുകയാണ് വേണ്ടത്. അവൾ ആരുടെയും സഹായമില്ലാതെ തന്നേക്കാൾ മുൻപേ അവളുടെ ജീവിതം കണ്ടെത്തി. ഒരു ഭർത്താവിനെ അവൾ നേടിയെടുത്തു. അയാൾ എങ്ങനെയുള്ളവനാണ്? അവളെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും കഴിവുള്ളവനാണോ? അതോ കുടിയനോ ചൂതുകളിക്കാരനോ ആണോ? അയാൾ അവളെ ചതിച്ചിട്ട് സ്ഥലം വിട്ട് കളയുമോ?
അയാൾക്ക് ജോലിയോ ബന്ധുജനങ്ങളോ ഉണ്ടോ? നല്ല കുടുംബമാണോ അയാളുടേത്? ഒന്നും അറിയില്ല. ലേഖ വളരെ സൂക്ഷിച്ച് ഒരു ഭർത്താവിനെ തിരഞ്ഞെടുക്കൂ എന്നറിയാം. എന്നാലും വ്യക്തമായി ഒന്നും അറിയാഞ്ഞിട്ട് ഒരു വല്ലായ്മ. അവൾക്ക് തെറ്റുപറ്റിയില്ലേ എന്നൊരു സംശയം. അവളുടെ ഭർത്താവ് വിശ്വസിക്കാൻ കൊള്ളാത്തവനായിരിക്കില്ലേ എന്നൊരു തോന്നൽ. ഈശ്വര, അങ്ങനെയൊന്നും ആയിരിക്കില്ലേ. അവൾക്ക് കിട്ടിയ ആൾ നല്ലവനായിരിക്കട്ടെ. അയാൾ അവളെ സ്നേഹിക്കുകയും ചെയ്യട്ടെ. അകലെ നിന്ന് പ്രാർത്ഥിക്കാനല്ലേ ഈ ചേച്ചിക്ക് കഴിയൂ. രണ്ടുപേരും കൂടിയുള്ള ഒരു ഫോട്ടോ അയച്ചു തരാൻ എഴുതണം. രണ്ടുപേരെയും ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ അവൾ ആശിച്ചു. കല്യാണിക്കുട്ടിക്ക് നഴ്സറിയിൽ പോകാൻ പുതിയ ബാഗും കുടയും ഉടുപ്പുകളും വാങ്ങാൻ പുറപ്പെട്ടതായിരുന്നു വിലാസിനി. കൂടെ കല്യാണിക്കുട്ടിയുമുണ്ട്. ഹരിക്കുട്ടനുമായി നേരത്തെ പറഞ്ഞുറപ്പിച്ച സ്ഥാനത്ത് വിലാസിനി കാത്തുനിന്നു. കാർ ഒതുക്കി പാർക്ക് ചെയ്യാൻ ഡ്രൈവറോട് പറയുകയും ചെയ്തു. കുറേ നേരം നിന്നിട്ടും ഹരിഹരനെ കണ്ടില്ല. മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. വിലാസിനിക്ക് പരിഭ്രമമായി. അവൾ മടങ്ങിപ്പോകാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് കൃഷ്ണനുണ്ണി വരുന്നത് കണ്ടത്. വിലാസിനിക്ക് ലേശം സങ്കോചം തോന്നി. സംസാരിക്കണോ വേണ്ടയോ സംശയിച്ചു നിൽക്കെ കൃഷ്ണനുണ്ണി അടുത്തു വന്നു. ഹരിക്കുട്ടനെ കാത്തു നിൽക്കുകയല്ലേ? അയാൾ കുട മടക്കിക്കൊണ്ട് വിലാസിനിയോട് ചോദിച്ചു. അതെ, കണ്ടില്ല. ഹായ് അങ്കിൾ. കല്യാണി അയാളുടെ ദേഹത്തേക്ക് കുതിറി കയറിക്കളഞ്ഞു. ഹരിഹരൻ അല്പം താമസിക്കും. അത്യാവശ്യമായി ഒരിടത്ത് പോയിരിക്കുകയാണ്. ഞങ്ങളോട് കാത്തു നിൽക്കാതെ പൊയ്ക്കൊള്ളാൻ പറഞ്ഞോ? അങ്ങനെയല്ല പറഞ്ഞത്. എൻ്റെ വീട്ടിലേക്ക് വിലാസിനിയെയും കല്യാണിയെയും കൂട്ടിക്കൊണ്ടുപോകാൻ. അയ്യോ, അതൊന്നും വേണ്ട. സ്ഥിരമായിട്ടല്ല വിലാസിനി. ആ പേടി വേണ്ട. ഹരിഹരൻ അരമണിക്കൂറിനകം എത്തും. വീട്ടിലേക്ക് വരൂ. അങ്കിളിൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ പിന്നെ തിരിച്ചു പോരൂല്ല. കല്യാണിക്കുട്ടിയെ ഞാൻ തിരിച്ചു വിടുകയുമില്ല. മമ്മിയോ? മമ്മിയെ ആർക്ക് വേണം? തിരിച്ചു പോകട്ടെ. മമ്മിയെ എനിക്ക് വേണം. പിന്നെ അങ്കിളിനും വേണം. എന്തൊക്കെയാ ഈ പെണ്ണ് പറയുന്നത്? വിലാസിനി അസഹ്യത ഭാവിച്ചു. വിലാസിനി വരൂ. ഡ്രൈവർ എവിടെ? കാറിനകത്തുണ്ടാവും. കാർ ഇറക്കാൻ പറയട്ടെ. മഴ നിലയ്ക്കും മുൻപ് തന്നെ അവർ കൃഷ്ണനുണ്ണിയുടെ വീട്ടിലെത്തി. കല്യാണി അതുവരെയും അയാളുടെ മടിയിൽ കയറിയിരുന്ന് വാതോരാതെ ചിലയ്ക്കുകയായിരുന്നു. അമ്മ ഇറങ്ങി വന്ന് അവരെ അകത്തേക്ക് സ്വീകരിച്ചുകൊണ്ടുപോയി. 4 പേരും സ്വീകരണത്തളത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞു. ഹരിഹരനെ കണ്ടില്ല. അമ്മ ചായയിടാൻ അടുക്കളയിലേക്ക് പോയപ്പോൾ കൂടെ വിലാസിനിയും പോയി. കൃഷ്ണനുണ്ണി തൻ്റെ മുറിയിൽ കിടന്ന് വേഷം മാറി. തിരിച്ചു വന്നപ്പോൾ വിലാസിനി പുറത്ത് മഴ പെയ്യുന്നത് നോക്കി ജനാലയിൽ നിൽക്കുകയാണ്. വിലാസിനി. അവൾ പെട്ടെന്ന് തിരിഞ്ഞു. ബോറടിച്ചോ? ഇല്ല, മഴ കാണാൻ രസം. വേറെന്ത് ചെയ്യാൻ അല്ലേ? അവൾ മുഖം താഴ്ത്തി. വിലാസിനി സമയം പോക്കാൻ വീട്ടിലെന്ത് ചെയ്യും? വായിക്കും, തയ്ക്കും, പൂച്ചെടികൾ നോക്കും. തീരെ വിരസമാകുന്നില്ല അല്ലേ? കൃഷ്ണനുണ്ണി പുഞ്ചിരിച്ചു. പിന്നെ മോളുണ്ടല്ലോ. അവൾ സ്കൂളിൽ പോയി തുടങ്ങിയാൽ എന്ത് ചെയ്യുമെന്നാണ് പേടി. തുറന്നു ചോദിക്കുന്നതിൽ പരിഭവമൊന്നും തോന്നരുത്. വിലാസിനിക്ക് 30-ൽ താഴെ പ്രായമല്ലേ ഉള്ളൂ. ജീവിതമാണെങ്കിൽ മുൻപിൽ പാരാവാരം പോലെ കിടക്കുന്നു. വിലാസിനിക്ക് പുനർവിവാഹം ചെയ്തുകൂടായിരുന്നോ? അവൾ അരുതാത്തതെന്തോ കേട്ട പോലെ തരിച്ചു നിന്നു. തെക്കൻകോയ്ക്കൽ അങ്ങനൊരു പാരമ്പര്യമില്ല. വിധവകൾ പട്ടട വരെ അങ്ങനെ തുടരും. അത് അനീതിയല്ലേ? വിലാസിനി മൗനം ആചരിച്ചു. അങ്ങനെയൊരു പാരമ്പര്യമില്ലായിരുന്നെങ്കിൽ വിലാസിനി ഇതിനകം 2ാമത് വിവാഹം കഴിക്കുമായിരുന്നോ? എനിക്കറിഞ്ഞുകൂടാ. ചിലപ്പോൾ എനിക്ക് തോന്നും ഇങ്ങനെ തന്നെ മരണം വരെ ജീവിക്കാമെന്ന്. ചിലപ്പോൾ പേടിയും തോന്നും. വലിയൊരു ഏകാന്തതയാണ് വരാനിരിക്കുന്നതെന്നറിയാം. മോൾക്ക് പ്രായമാകും. വിവാഹം കഴിച്ചു പോകും. അച്ഛൻ്റെയും അമ്മയുടെയും കാലം കഴിയും. ഞാൻ എൻ്റെ സഹോദരന്മാരിൽ ആർക്കെങ്കിലും ഭാരമായി, ശല്യമായി, മറ്റൊരാശ്രയമില്ലാതെ വർഷങ്ങളോളം. എന്നാലും പുനർവിവാഹമെന്ന് കേൾക്കുമ്പോൾ പേടി തോന്നുന്നു. ഒരാൾ എൻ്റെ കൂടെ ജീവിച്ചതാണ്. ഒരുപാട് സ്നേഹിച്ചതാണ്. ആ ഓർമ്മയ്ക്ക് വല്ലാത്തൊരു ശക്തിയുണ്ട്. അത് മനസ്സിനെ പിടിച്ചുലയ്ക്കും. വിലാസിനി വിധവയായി തന്നെ തുടരുന്നതാണ് വീട്ടുകാർക്ക് താല്പര്യം അല്ലേ? വ്യക്തിപരമായിട്ട് അങ്ങനെ ആർക്കും ഒരു താല്പര്യവും കാണുകയില്ല. പാരമ്പര്യത്തിൻ്റെ താല്പര്യമാണിത്. മനുഷ്യനെ ജീവനോടെ കുഴിച്ചു മൂടുന്നതല്ലേ ഇതിലും നല്ലത്? പണ്ട് അതിനു തുല്യമായ പലതും ഉണ്ടായിരുന്നല്ലോ, സതിയും മറ്റും. ഇത്രയൊക്കെ ആയിട്ടും കൃഷ്ണനുണ്ണിക്ക് അവളുടെ മനസ്സ് പിടികിട്ടിയില്ല. വ്യക്തമായ ഒരു തീരുമാനമില്ലെന്ന് തോന്നി. പൊള്ളത്തടി പോലെ ഒഴുകുകയാണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജീവിതത്തിനു മുൻപിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. വിലാസിനിയുടെ സ്വകാര്യതയിലേക്ക് ഇത്രയും കടന്നു കയറിയതിന് ഒരു കാരണമുണ്ട്. തുറന്നു പറഞ്ഞാൽ എന്നോട് ദേഷ്യമോ അമർഷമോ ഒന്നും തോന്നേണ്ടതില്ല. തോന്നിയാൽ മാപ്പാക്കുക. ഞാനല്പം ഫാസ്റ്റാണ്. ആ പാരമ്പര്യത്തിൻ്റെ പൂട്ട് തകർക്കാൻ ആവേശമുണ്ടെങ്കിൽ, വിലാസിനിക്ക് ഞാൻ അഭികാമ്യനാണെന്ന് തോന്നുന്നുവെങ്കിൽ 2ാമതൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? വിലാസിനിക്ക് അത് ശരിക്കും മനസ്സിലായില്ല.
എന്നാൽ ഒരു ഊഹം കിട്ടുകയും ചെയ്തു. എൻ്റെ മനസ്സിൽ അങ്ങനെയൊരാഗ്രഹം തോന്നി. കഴിഞ്ഞ തവണ വിലാസിനിയെ കണ്ടപ്പോഴായിരുന്നു അത്. ഒരു വിളക്ക് തെളിഞ്ഞതുപോലെയാണ് അങ്ങനൊരാശയം എൻ്റെ ഉള്ളിൽ മുളച്ചത്. ഇന്ന് കല്യാണി പറഞ്ഞപ്പോഴും തോന്നി. ഇതൊന്ന് തുറന്നു പറയാനുള്ള സങ്കോചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിവേകമാകുമോ എന്ന് പലവട്ടം ചിന്തിച്ചു. ആവേശമുണ്ടായാൽ എന്തും ചെയ്യാം. ഇതങ്ങനെയല്ലല്ലോ. വളരെ ആലോചിക്കേണ്ടതാണ്. എന്നോട് അപ്രിയം തോന്നേണ്ട. മറുപടി നെഗറ്റീവായാലും വലിയ വിഷമമൊന്നുമില്ല. ഒരു ഇച്ഛാഭംഗം തോന്നിയേക്കും, അത്ര തന്നെ. വിലാസിനി അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവൾ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. കല്യാണി എൻ്റെയും കൂടി മകളായിക്കോട്ടെ. അവൾക്ക് എന്നെ സ്നേഹമാണ്. എനിക്ക് അവളെയും. വിലാസിനിക്ക് കൂടി സമ്മതമാകുമെങ്കിൽ നമുക്ക് ഒന്നിച്ച് അവളെ വളർത്താം. അമ്മയോട് പോലും ഞാനിത് പറഞ്ഞില്ല. വെറുതെ എന്തിന്? വിലാസിനി സ്തബ്ധയായി നിന്നു. രണ്ട് ചെവിയും വല്ലാതെ തുറന്നു പോയതുപോലെ തോന്നി. തലച്ചോറിലേക്ക് കാറ്റിരമ്പിക്കയറുന്നു. ദേഹം മുഴുവൻ തളർത്തിക്കൊണ്ട് ശരീരത്തിൽ അഗ്നി ഒഴുകി നടക്കുന്നു. പരിഭ്രമവും പേടിയും ജാള്യവും സങ്കോചവും എല്ലാം ചേർന്ന് അവളെ അലട്ടി. വിലാസിനിയുടെ മുഖഭാവം കൃഷ്ണനുണ്ണിയെയും അമ്പരപ്പിച്ചു. കല്യാണിയും അമ്മയും കൂടി മുറിയിലേക്ക് കടന്നു വന്നതോടെ പിരിമുറുക്കത്തിന് ഒരയവ് വന്നു. രണ്ടുപേരുടെയും മുഖം കണ്ടിട്ട് എന്തോ പന്തുകേടുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നി. കല്യാണി കൃഷ്ണനുണ്ണിയുടെ മേൽ ചാടിക്കയറിക്കഴിഞ്ഞിരുന്നു. താൻ അബദ്ധം കാണിച്ചുവോ എന്നായി കൃഷ്ണനുണ്ണിയുടെ സംശയം. താനൊരു തമ്പുരാനല്ല. വിലാസിനിയാണെങ്കിൽ തെക്കും കോയിക്കിലെ തമ്പുരാട്ടി. അങ്ങനെയൊരു ഉത്കർഷബോധം അവൾക്കുണ്ടോ? ഞാൻ അവളെ ഒരു സ്ത്രീയായിട്ടാണ് കാണുന്നത്. വിധവയായ സാധുസ്ത്രീ, ഒരു കുഞ്ഞിൻ്റെ അമ്മ. തന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ കൂടുതൽ ഒന്നുമല്ല അവൾ. ഹരിക്കുട്ടനെ കാണുന്നില്ലല്ലോ. വിലാസിനി അക്ഷമയോടെ പിറുപിറുത്തു. അവളുടെ സ്വരം വരണ്ടിരുന്നു. താമസിയാതെ വന്നേക്കും, അമ്മ പറഞ്ഞു. ഇനി കാത്തിട്ട് കാര്യമില്ല. നേരം എത്രയുമായില്ലേ? അവൻ വരുമ്പോൾ ഞങ്ങൾ പോയെന്ന് പറഞ്ഞാൽ മതി. വിലാസിനി ഡ്രൈവറോട് കാർ ഇറക്കാൻ പറഞ്ഞു. പോകാൻ മടിച്ച് ശടിച്ചു നിന്ന കല്യാണിയെ വഴക്കു പറഞ്ഞ് കരയിച്ച് കാറിൽ കയറ്റി. കാർ അകന്നു പോകുന്നത് നോക്കി കൃഷ്ണനുണ്ണി ജനാലയ്ക്കിൽ നിന്നു. നീ അവളെ പിണക്കിയോ? അമ്മ എല്ലാം അറിഞ്ഞതുപോലെ പിറകിൽ വന്നു നിന്ന് ചോദിച്ചു. അറിഞ്ഞുകൂടാ, അയാൾ മന്ത്രിച്ചു. അധ്യായം 19. വീട്ടിലെത്തിയിട്ടും വിലാസിനിയുടെ പരിഭ്രാന്തി കെട്ടടങ്ങിയില്ല. അവൾ പകച്ചതുപോലെ കാണപ്പെട്ടു. അമ്മ ചോദിച്ചു, എന്തു പറ്റി നിനക്ക്? നെറിയില്ലാത്തവൻ. ഒരിടത്ത് ഒരു സമയത്ത് വരാമെന്ന് പറഞ്ഞാൽ അത് പാലിച്ചിരിക്കണം. വിലാസിനി അമർഷത്തോടെ പറഞ്ഞു. അവനെ കണ്ടില്ലേ? ഇത്ര നേരം കാത്തുനിന്നത് മെച്ചം. അപ്പോൾ സാധനങ്ങളും വാങ്ങിയില്ലേ? എങ്ങനെ വാങ്ങാൻ? അവൻ വരണ്ടേ? കല്യാണി മുത്തച്ഛൻ്റെ അടുത്ത് ചെന്ന് നിന്ന് ചിണുങ്ങിക്കരയുകയാണ്. മമ്മി ഒന്നും മേടിച്ചില്ല. ചുമ്മാ തുള്ളിച്ചാടി പോന്നു. എന്നെ വഴക്കം പറഞ്ഞു. ബാഗും ഉടുപ്പും കുടയും ഒന്നും മേടിക്കാതെ പോന്നു. മോൾക്ക് മുത്തച്ഛൻ വാങ്ങിത്തരാമല്ലോ. നാളെയാകട്ടെ. വിലാസിനി അവളുടെ മുറിയിൽ കയറി ഷെൽഫിനു മുന്നിൽ ചെന്ന് നിന്നു. നിലക്കണ്ണാടിയിൽ ആകെ വിരണ്ടു നിൽക്കുന്ന രൂപം. എങ്ങനെ ധൈര്യം വന്നു? അവൾ മുഷ്ടി ചുരുട്ടി. തെക്കുംകോയിക്കിലെ ഒരു പെണ്ണിനോട് ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെ ചങ്കൂറ്റമുണ്ടായി? അയാൾ ആരാണ്? അച്ഛനോ അമ്മാവനോ? ഇതറിയണം. അയാൾ ശരിക്കും അനുഭവിക്കും. വിധവയാണെങ്കിലും തെക്കുംകോയിക്കിലെ തമ്പുരാട്ടിയാണ് താൻ. വിലാസിനി തമ്പുരാട്ടി. ഭർത്താവ് അകാല മൃത്യുവിന് ഇരയായെന്നേയുള്ളൂ. അത് അയാൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം നൽകുമോ? എന്തൊരു ചങ്കൂറ്റം! ഹരിക്കുട്ടൻ്റെ ആരാധ്യ പുരുഷനാണത്രേ. സംസ്കാരമുള്ള ആരെങ്കിലും ഇങ്ങനെയൊരു പ്രവൃത്തിക്ക് മുതിരുമോ? എന്തവകാശമാണ് അയാൾക്ക് ഇങ്ങനെയൊരു അഭ്യർത്ഥന നടത്താൻ? ഹരിക്കുട്ടൻ വരട്ടെ ഇങ്ങോട്ട്. അവനോട് ചോദിച്ചിട്ടേയുള്ളൂ. വിലാസിനി കൃഷ്ണനുണ്ണിയുടെ വീട്ടിൽ നിന്ന് പോന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹരിഹരൻ അവിടെ എത്തി. കൃഷ്ണനുണ്ണി കുളിക്കുകയായിരുന്നു. ഹരിക്കുട്ടൻ എന്താ വൈകിയത്? അമ്മ ചോദിച്ചു. വൈകിയോ? ചേച്ചി എവിടെ? പോയി. അതെന്താ? ഇത്രയും നേരം ഹരിക്കുട്ടനെ കാത്തിരുന്ന കാണാഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു പോയി. ചേച്ചി അങ്ങനെ ദേഷ്യപ്പെടാറില്ലല്ലോ. ഉണ്ണിയും വിലാസിനിയും തമ്മിൽ എന്തോ സംഭാഷണമുണ്ടായി എന്ന് തോന്നുന്നു. എന്ത് സംഭാഷണം? ഞാൻ ഉണ്ണിയോട് ചോദിച്ചു. അവനൊന്നും വിട്ടു പറഞ്ഞില്ല. എന്നാലും എന്തോ സംഭാഷണമുണ്ടായിട്ടുണ്ട്. എനിക്ക് ഉണ്ണിയെ വിശ്വാസമാ. എന്നാലും എനിക്കൊരാശങ്ക. അതെന്തിനാ? വിലാസിനിയെക്കുറിച്ച് ഉണ്ണി വളരെ താല്പര്യത്തോടെയാ സംസാരിച്ചു കേട്ടിട്ടുള്ളത്. കല്യാണിയെക്കുറിച്ചും. എന്നുവെച്ചാൽ എനിക്ക് ഒഴിവും മറവുമില്ല മോനെ. ഉള്ളത് അതുപോലെ കാണുകയും പറയുകയും ചെയ്യുന്ന രീതിയാ എൻ്റേത്. അതുകൊണ്ട് പറഞ്ഞെന്നേയുള്ളൂ. കൃഷ്ണനുണ്ണി കുളി കഴിഞ്ഞെത്തി. ഹരിക്കുട്ടൻ വന്നോ? ഉവ്വ്. തന്നെ നോക്കിയിരുന്ന് തൻ്റെ ചേച്ചി പോയി. എനിക്ക് തന്നോടിത്തിരി സംസാരിക്കാനുണ്ട്. അമ്മ തന്ത്രപൂർവ്വം അവിടെ നിന്ന് പിന്മാറി. എന്താ? ഞാനും വിലാസിനിയും ജീവിതത്തെക്കുറിച്ച് പലതും സംസാരിച്ച കൂട്ടത്തിൽ ഒരു വിവാഹാഭ്യർത്ഥനയും വന്നുകൂടി. ഇപ്പോൾ പറയണമെന്ന് വിചാരിച്ചതല്ല. പിന്നീട് എപ്പോഴെങ്കിലും
പക്ഷേ ഇന്നൊരു സന്ദർഭം വന്നപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് അതങ്ങ് വീണുപോയി. ഇത്രയേ പറഞ്ഞുള്ളൂ. താൽപ്പര്യമാണെങ്കിൽ വിലാസിനിയെ എൻ്റെ ഭാര്യയായും കല്യാണിക്കുട്ടിയെ എൻ്റെ മകളായും സ്വീകരിക്കുവാൻ ഇഷ്ടമാണെന്ന്. ഞാനതിൽ തെറ്റൊന്നും കണ്ടില്ല. കുറച്ചു നാളായി എൻ്റെ മനസ്സിലുള്ള ആശയമാണിത്. പക്ഷേ വിലാസിനിക്ക് അതൊരു ഷോക്കായിപ്പോയെന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ ഒരക്ഷരം മിണ്ടാതെ ഇറങ്ങിപ്പോയി. ഹരിഹരൻ ഏതാനും നിമിഷം മൗനം പാലിച്ചിരുന്നു. കൃഷ്ണനുണ്ണി അയാളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. ശരി, ഞാൻ ഇറങ്ങട്ടെ. ഹരിഹരൻ എഴുന്നേറ്റു. അമ്മയോട് പറഞ്ഞേക്കൂ. ഹരിഹരൻ വീട്ടിലെത്തി. വിലാസിനിയെ കണ്ടപ്പോൾ തന്നെ അയാൾക്ക് കാര്യം മനസ്സിലായി. മുഖം കടന്നൽ കുത്തേറ്റതുപോലെ. നീ എവിടെയായിരുന്നടാ ഇത്രയും നേരം? പൊട്ടിത്തെറിക്കും പോലെ അവൾ ചോദിച്ചു. ഞാൻ ഒരുപാട് വൈകിയൊന്നുമില്ലല്ലോ. ഇല്ലേ? ഞാനൊന്നും പറയുന്നില്ല. എടാ, ഒരിടത്ത് വരാൻ പറഞ്ഞാൽ ആ സമയത്ത് വന്നിരിക്കണം. മനുഷ്യരെ ബുദ്ധിമുട്ടിക്കരുത്. ചേച്ചിക്ക് ബുദ്ധിമുട്ടായോ? ചേച്ചി എന്തിനാ പോന്നത്? ഒരു 10 മിനിറ്റ് കൂടി കാക്കാമായിരുന്നില്ലേ? എവിടെ? ഞാൻ പറഞ്ഞ സ്ഥലത്ത്. നീ പറഞ്ഞ സ്ഥലം. വിലാസിനി നിർത്തിക്കളഞ്ഞു. രാത്രിയിൽ കല്യാണിയെ ഉറക്കിക്കിടത്തിയിട്ട് വിലാസിനി ഹരിഹരനെ കാണാൻ ചെന്നു. അയാൾ മട്ടുപ്പാവിൽ കാറ്റുമേറ്റ് ഇരിക്കുകയായിരുന്നു. കാൽപ്പെരുമാറ്റം കേട്ട് അയാൾ തിരിഞ്ഞു. ചേച്ചിയോ? അതെ. നീ കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഗൂഢാലോചനയായിരുന്നോടാ അത്? മയമില്ലാത്ത ചോദ്യം. ഏത്? കൃഷ്ണനുണ്ണിയുടെ വീട്ടിൽ തന്ത്രത്തിൽ എന്നെ എത്തിച്ചതും? നീ ഒന്നും അറിഞ്ഞില്ലേ? ചേച്ചി പറയാനുള്ളത് പറ. നീ കരുതിക്കുട്ടിയല്ലേ അങ്ങനെയൊരു സീനുണ്ടാക്കിയത്? ഞാനൊരു സീനും ഉണ്ടാക്കാൻ പോയില്ല. കൃഷ്ണനുണ്ണിയുടെ വീട്ടിലെത്തിച്ചതും ഒന്നും പ്ലാൻ ചെയ്തോണ്ടല്ല. അയാൾ ആരാണെന്നാ അയാളുടെ വിചാരം? ആരുടെ? നിന്റെ ആരാധ്യ പുരുഷന്റെ, കൃഷ്ണനുണ്ണിയുടെ. അയാൾ ആരാണെന്ന് അയാൾക്ക് ശരിക്കും അറിയാം. മറ്റു പലർക്കും അറിയില്ല. അവനവൻ ആരാണെന്ന് അറിയാത്തവരാണ് നമ്മിൽ പലരും. നീ വേദാന്തമൊന്നും പറയണ്ട. ശരി, ചേച്ചി പറഞ്ഞോ. അയാൾ യാതൊരു എളുപ്പമില്ലാതെ എൻ്റെ മുഖത്തു നോക്കി ചോദിച്ചിരിക്കുന്നു. അയാൾ എന്നെ വിവാഹം കഴിച്ചോട്ടെ എന്ന്. കല്യാണിക്കുട്ടിയെ അയാളുടെ മകളായി കരുതിക്കൊള്ളാമെന്ന്. അയാൾ എന്താ വിചാരിച്ചത്? കാലം മാറിയെങ്കിലും തെക്കും കോയിക്കൽക്കാരുടെ പ്രതാപവും പണവും നശിച്ചിട്ടില്ല. തെക്കും കോയിക്കിലെ ഒരു സ്ത്രീയോട് അങ്ങനെ സംസാരിക്കാൻ അയാൾക്കെങ്ങനെ തൻ്റെ ഇടം വന്നു? നമ്മുടെ അന്തസ്സും ആഭിജാത്യവും അയാൾക്കറിയില്ലേ? സംസ്കാരമില്ലാത്തവൻ. കൃഷ്ണനുണ്ണി ചോദിച്ചതിൽ എന്താണ് തെറ്റ്? വിലാസിനി അയാളെ അന്തം വിട്ടു നോക്കി. ഒരു തെറ്റുമില്ലടാ. നീയും തെക്കും കോയിക്കൽ തന്നെയാണല്ലോ ജനിച്ചത്. നമ്മുടെ മഹത്വം ഞാൻ വേണോ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ? നമ്മുടെ മുൻപിൽ നേരെ നിൽക്കാൻ യോഗ്യതയുണ്ടോ അയാൾക്ക്? അയാൾ ചേച്ചിയോട് അസംബന്ധമൊന്നും പറഞ്ഞില്ലല്ലോ. അസംബന്ധമല്ല പറഞ്ഞത്. ഞാനൊരു വിധവയായിരിക്കാം, പക്ഷെ അഭിമാനം പണയം വയ്ക്കില്ല. ഞാനൊരു വിധവയായതുകൊണ്ടല്ലേ എന്നോടത് ചോദിക്കാൻ അയാൾ ധൈര്യം കാട്ടിയത്? അല്ലെങ്കിൽ ചോദിക്കുമോ? കൃഷ്ണനുണ്ണി അയാൾക്ക് ശരിയെന്ന് തോന്നുന്നത് ആരോടും ചോദിക്കും. അപ്പോൾ നീയും അയാളുടെ പക്ഷത്താണ്. ഞാൻ ആരുടെയും പക്ഷത്തല്ല. നിനക്ക് അയാളോട് യാതൊരു അമർഷവും തോന്നുന്നില്ലേ? എന്തിന്? അയാൾ പ്രായപൂർത്തി വന്ന പുരുഷൻ. സ്ത്രീ പുരുഷനും പുരുഷൻ സ്ത്രീക്കും വേണ്ടിയുള്ളതാണ്. പരസ്പരം ഇഷ്ടം തോന്നുന്നത് മനുഷ്യ സഹജം. ആ ഇഷ്ടം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വിവാഹത്തിന് എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുന്നത്. കൃഷ്ണനുണ്ണി ചേച്ചിയെ പ്രേമിക്കുന്നെന്ന് പറഞ്ഞില്ല. പ്രേമലേഖനം തന്നില്ല. കമൻ്റ് അടിച്ചില്ല. പുറകെ നടന്ന് ശല്യപ്പെടുത്തിയില്ല. ആകെ ചെയ്തത് വിവാഹ അഭ്യർത്ഥന നടത്തിയെന്നത് മാത്രം. ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. ആരും നിർബന്ധിക്കുന്നില്ലല്ലോ. മറിച്ച് ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിലോ? ചേച്ചി ഏതായാലും മുൻകൈയെടുത്ത് ചോദിക്കില്ല. മുൻകൈ എടുക്കേണ്ടത് പുരുഷനാണ്. ചോദിക്കാത്തതുകൊണ്ട് ഇഷ്ടമുള്ള പെണ്ണിനെയോ ഇഷ്ടമുള്ള ജീവിതമോ നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ ഭേദമല്ലേ ചോദിച്ചിട്ടുണ്ടാകുന്ന ഇച്ഛാഭംഗം? എന്നാലും തെക്കും കോയിക്കിലെ ഒരു തമ്പുരാട്ടിയോട്? തെക്കും കോയിക്കിലെ തമ്പുരാട്ടിമാർക്കെന്താ പ്രത്യേകത? വല്ലതുമുണ്ടോ? ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെയും പോലെ മനുഷ്യസ്ത്രീ തന്നെയാണ് തെക്കും കോയിക്കിലെ തമ്പുരാട്ടിമാരും. സൗന്ദര്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരുമെന്നേയുള്ളൂ. ഒരു പെണ്ണിനെ പോറ്റിപ്പുലർത്താനും സംരക്ഷിക്കാനും കഴിവുള്ള ഏതൊരു പുരുഷനും വിവാഹ അഭ്യർത്ഥന ചെയ്യാം. ചേച്ചിക്ക് ഇഷ്ടമില്ലെങ്കിൽ കൃഷ്ണനുണ്ണിയോട് പറയണം. മിസ്റ്റർ കൃഷ്ണനുണ്ണി, എനിക്ക് താങ്കളുടെ ഭാര്യയാകാൻ താൽപ്പര്യമില്ല. ആ ആഗ്രഹം ഉപേക്ഷിച്ചേക്ക് എന്ന്. കൃഷ്ണനുണ്ണി പിന്നീട് ചേച്ചിയോട് ഇതേക്കുറിച്ചൊരക്ഷരം മിണ്ടുകയില്ല. അത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ നിലയും വിലയും വെച്ചു നോക്കുമ്പോൾ ചേച്ചിക്ക് കൃഷ്ണനുണ്ണിയെ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, അഹങ്കാരമാണ്. തമ്പുരാട്ടിയാണെന്ന അഹങ്കാരം, ഉയർന്ന ജാതിക്കാരിയാണെന്ന അഹങ്കാരം, സമ്പത്തിൻ്റെ അഹങ്കാരം. മഹത്വം ജാതിയിലല്ല, നന്മ നിറഞ്ഞ മനസ്സുകളിലാണ്. ചേച്ചിയുടെ ഈ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടല്ലോ, അത് ചേച്ചിക്ക് ദോഷമല്ലാതെ ഗുണമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോൾ തെക്കും കോയിക്കിലെ സ്ത്രീകളോട് ഏത് പിച്ചക്കാരനും സംബന്ധം പറയാം, അല്ലേടാ? തർക്കത്തിന് ഞാനില്ല ചേച്ചി. കൃഷ്ണനുണ്ണി ചേച്ചിയോട് ഒരു അപരാധം ചെയ്തു പോയി, സമ്മതിച്ചേക്കാം, പോരെ?
അയാൾ വേണമെങ്കിൽ അതിന് ഖേദം പ്രകടിപ്പിക്കും. ഇനി അത് ആവർത്തിക്കുകയുമില്ല. ചേച്ചിക്ക് വെറുപ്പാണെന്ന് ഞാൻ തന്നെ പറഞ്ഞേക്കാം അയാളോട്. അല്ലെങ്കിൽ ചേച്ചി തന്നെ ഒരു ദിവസം ഫോൺ ചെയ്ത് പറയ്. മൂന്നാം ലോകമഹായുദ്ധത്തിനേക്കാൾ വലുതായി ഈ പ്രശ്നം പൊക്കിക്കൊണ്ട് വരരുത്. വിലാസിനി ഒരക്ഷരം മിണ്ടാതെ എഴുന്നേറ്റ് പോയി. പിന്നീട് വിലാസിനി അതേക്കുറിച്ച് യാതൊന്നും പറയുകയുണ്ടായില്ല. ഹരിഹരൻ കൃഷ്ണനുണ്ണിയോട് പോലും അതേക്കുറിച്ച് സൂചിപ്പിക്കുകയുമുണ്ടായില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു കാര്യം ഹരിഹരൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പുറമെ വലിയ വിരോധമുള്ള മട്ട് കാണിച്ചെങ്കിലും കൃഷ്ണനുണ്ണിയുടെ കാര്യം പറയുന്നിടത്ത് ചേച്ചി സകലതും മറന്ന് ശ്രദ്ധിക്കുന്നു. ഹരിഹരൻ ചേച്ചി കേൾക്കെ കല്യാണിയോട് കൃഷ്ണനുണ്ണിയെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നത് ഒരു കുസൃതിയായി എടുത്തു. അപ്പോൾ ചേച്ചിയുടെ കാതും ജാഗരൂകമാകുന്നത് തിരിച്ചറിയാം. കല്യാണിക്കും അങ്കിളിനെ വലിയ കാര്യമാണ്. ഹരിഹരൻ ഇടയ്ക്കിടെ കല്യാണിയെ കൃഷ്ണനുണ്ണിയുടെ വീട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അവൾ തിരിച്ചു വന്നാൽ ഉടൻ അങ്കിളിന്റെ വിശേഷം പറയാൻ തുടങ്ങും. ഹരിഹരനുണ്ടെങ്കിൽ വിലാസിന് കേൾക്കാത്ത മട്ട് ഇരുന്നു കളയും. ഹരിഹരനില്ലെങ്കിൽ അവൾ കല്യാണിയോട് പിന്നെയും ചോദിക്കും. എന്നിട്ട് കൃഷ്ണനുണ്ണി എടുത്തതും കൊണ്ടു നടന്നതും വാങ്ങിക്കൊടുത്തതും വാരിക്കൊടുത്തതും ചുണ്ടി പിടിപ്പിച്ചതും വഴക്കിട്ടതും കെറിവെച്ചതും ഉമ്മ വെച്ചതുമെല്ലാം കല്യാണി വിസ്തരിച്ച് പറയുകയും ചെയ്യും. ഒരു ദിവസം വിലാസിനെ കല്യാണിയോട് കൃഷ്ണനുണ്ണിയെക്കുറിച്ച് ഉത്സാഹത്തോടെ ചോദിക്കുന്നത് ഹരിഹരൻ കാണുകയും ചെയ്തു. ഹരിഹരൻ കണ്ടെന്നറിഞ്ഞപ്പോൾ വിലാസിനിയുടെ മുഖം വിളറി. ഉള്ളിൽ ചിരി പൊട്ടിയെങ്കിലും ഹരിഹരൻ ഒന്നും അറിയാത്ത മട്ടിൽ നടന്നു പോവുകയാണുണ്ടായത്. ചേച്ചിക്ക് ഒരു പുനർവിവാഹം ഉണ്ടാകുന്നതിൽ ഹരിഹരന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൃഷ്ണനുണ്ണിയെപ്പോലെ ഒരാളായിരുന്നെങ്കിൽ വലിയ സന്തോഷം. പക്ഷെ ചേച്ചി പിടിതരുന്നില്ല. മനസ്സിലെന്താണെന്ന് നിശ്ചയമില്ല. വഴുതി മാറുകയാണ്. ഒരു ദിവസം ഹരിഹരൻ വിലാസിനിയെ സമീപിച്ച് ഒരു സന്തോഷവാർത്ത അറിയിക്കുന്ന ഭാവത്തോടെ പറഞ്ഞു. കൃഷ്ണനുണ്ണിയുടെ വിവാഹം ഏറെക്കുറെ നിശ്ചയിച്ചു. മുഖത്തെ വിളർച്ച മറയ്ക്കാൻ വിലാസിനി ഒരു ശ്രമം നടത്തിയെങ്കിലും ഫലിച്ചില്ല. ഓ, അതിന് ഞാനെന്തു വേണം? അവളുടെ ശബ്ദം പതറി. ഒന്നും വേണ്ട, ചേച്ചിയുടെ പരാതി തീരുമല്ലോ. അയാൾ വേറൊരു പെണ്ണിനോടും പറഞ്ഞു കാണും. എന്നോട് പറഞ്ഞ പോലെ അവളതങ്ങ് സമ്മതിച്ചു കാണും. ആയിക്കോട്ടെ, ചേച്ചിക്ക് നഷ്ടബോധമൊന്നുമില്ലല്ലോ. എനിക്കോ? അവൾ നെറ്റിച്ചുളിച്ചു. ചേച്ചിയോട് ചോദിച്ചപ്പോൾ സമ്മതിക്കാമായിരുന്നെന്നോ മറ്റോ? ഇല്ല. എന്തിനാ ചേച്ചി ഈ നാട്യമൊക്കെ? എനിക്ക് കാണാം ചേച്ചിയുടെ ഉള്ള്. ഒരു കണ്ണാടിയിൽ എന്ന പോലെ കാണാം. ഹരിഹരനെ അമ്പരപ്പിച്ചുകൊണ്ട് വിലാസിനി ഒറ്റക്കരച്ചിൽ. അടുത്ത നിമിഷം തിരിഞ്ഞു നടക്കുകയും ചെയ്തു. അടുത്ത ദിവസം വിലാസിനി ഹരിഹരനോട് മിണ്ടിയതേയില്ല. ഹരിഹരനോട് മാത്രമല്ല, വീട്ടിലെല്ലാവരോടും അവൾ മുഖം വീർപ്പിച്ചു നടന്നു. കല്യാണിയെ ചെറിയ പിഴകൾക്ക് പോലും ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു. വിലാസിനിക്ക് എന്തു പറ്റി? മുഖത്ത് ചേട്ടയാണല്ലോ കുടിയിരിപ്പ്. അമ്മ തമ്പുരാട്ടി അതിശയിച്ചു. എല്ലാവരോടും ദേഷ്യം, ആവശ്യമില്ലാത്ത വാശി, അമർഷം. വിലാസിനിയിൽ അത് പുതുമ തന്നെയായിരുന്നു. നല്ല പക്വതയോടെ പെരുമാറുന്ന തരക്കാരിയായിരുന്നു വിലാസിനി. വാ, എനിക്ക് സംസാരിക്കാനുണ്ട്, ഹരിഹരൻ പറഞ്ഞു. വിലാസിനി ആദ്യമൊന്നും മടിച്ചു. പിന്നെ ഹരിഹരന്റെ കൂടെ മട്ടുപ്പാവിലേക്ക് ചെന്നു. അവിടെ ഇരുന്ന് സംസാരിച്ചാൽ ആരും കേൾക്കുമെന്ന ഭയം വേണ്ട. ചേച്ചിക്ക് എന്താ പറ്റിയേ? മിനിഞ്ഞാന്നും ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് ചീറ്റലും തുമ്മലും മുറുമലുമൊക്കെ. ഇത് ചോദിക്കാനാണോ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റിയത്? എനിക്ക് വേറെ പണിയുണ്ട്. വിലാസിനി ചുണ്ടി പിടിച്ച് തിരിച്ചു പോകാൻ ഭാവിച്ചു. ഹരിഹരൻ അവളുടെ കയ്യിൽ കിടന്നു പിടിച്ച് തറയിലേക്ക് വലിച്ചിരുത്തി. ഇവിടെ ഇരിക്കൂ ചേച്ചി, പറയട്ടെ. അവൾ അനുസരിച്ചു. അല്ലെങ്കിൽ എന്തിനാ പറയുന്നത്? ഇവിടെ ഈ മട്ടുപ്പാവിലിങ്ങനെ കാറ്റും കൊണ്ട് സന്ധ്യാനേരത്ത് സന്തോഷമുള്ള എന്തെങ്കിലും കാര്യം ഓർത്തുകൊണ്ടിരിക്കുന്നത് തന്നെ എന്തു സുഖം. പക്ഷേ ഇവിടെ ആർക്കും ഈ സുഖം മനസ്സിലായിട്ടില്ല. ആർക്കാ നേരം? വേണമെങ്കിലുണ്ടാവും, എന്തു വേണമെങ്കിലും ഉണ്ടാകും. ശ്രമിക്കുന്നില്ല. ചേച്ചിയോട് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. സമയം ഇനിയും അതിക്രമിച്ചിട്ടില്ല. എന്നുവെച്ചാൽ കൃഷ്ണനുണ്ണിയുടെ കല്യാണം നിശ്ചയിച്ചെന്ന് ഞാൻ ചേച്ചിയെ ഒന്ന് ഫൂളാക്കിയതല്ലേ? അവൾ ദേഷ്യത്തിൽ പിടഞ്ഞെണീറ്റു. ഹരിഹരൻ ബലം പിടിച്ചിരുത്തി. വിട് ഹരിക്കുട്ട, എനിക്ക് ദേഷ്യം വരും. ചേച്ചി, ഹരിഹരന്റെ സ്വരമുയർന്നു. ആ മുഖം മൂടി ആദ്യം എടുത്തുമാറ്റ്. ഉന്നത കുലജാതയാണെന്നുള്ള ഗർവ് ദൂരെ കള. എന്നിട്ട് കണ്ണു തിരിച്ച് സ്വന്തം മനസ്സിലോട്ട് ഒന്ന് നോക്ക്. കൃഷ്ണനുണ്ണിയില്ലേ അവിടെ? അയാളോട് സ്നേഹമില്ലേ? പുരുഷനോടും അവൻ്റെ കുഞ്ഞുങ്ങളോടും ഒത്തുജീവിക്കാൻ സാധിക്കുന്ന ഒരു സ്ത്രീയുടെ ഹൃദയമില്ലേ? ചേച്ചി അത് കാണാതിരിക്കാൻ വേണ്ടിയാണ് ഗർവ് കൊണ്ട് അത് മൂടി വച്ചിരിക്കുന്നത്. ഞാനൊന്നും മൂടി വച്ചിട്ടില്ല. കൃഷ്ണനുണ്ണിയേക്കാൾ ഒരു വിധത്തിലും മീതെയല്ല ചേച്ചി. ജാതിയുടെ കാര്യത്തിലല്ലാതെ ഹൃദയവിശാലതയുടെ കാര്യത്തിലും നന്മയുടെ കാര്യത്തിലും സകലത്തിലും ചേച്ചി അയാളേക്കാൾ 3-4 പടി താഴെയാണ്. ചേച്ചിക്ക് ആകെ പൊക്കിപ്പിടിക്കാനുള്ളത് ജാതി മേൽക്കോയ്മയുടെ കൊടി മാത്രം. അപ്പോൾ ചേച്ചിയുടെ കാൽപാദത്തിനടിയിലൂടെ ഊർന്നു പോകുന്നത് ജീവിതമാണ്. അപ്പോഴും വിലാസിനി മൗനം ആചരിച്ചു.
കൃഷ്ണനുണ്ണിയോട് ഞാൻ എന്തു പറയണം? വിലാസിനി മുഖമുയർത്തി ദൈന്യഭാവത്തിൽ നോക്കി. അല്ലെങ്കിൽ ചേച്ചി തന്നെ പറഞ്ഞാൽ മതി. നല്ല പോലെ ആലോചിച്ചിട്ട് ഒരു വാക്കു കൊടുത്താൽ തിരികെ എടുക്കരുത്. വിലാസിനിക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടു. ചുറ്റും കൊടുങ്കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് പോലെ ഒരനുഭവം. അജ്ഞാതമായ ഭീതി വലയം ചെയ്തിരിക്കുന്നു. വേട്ടയാടുന്നു. രാത്രിയിൽ കല്യാണിയെ ചേർത്തണച്ച് കിടക്കുമ്പോൾ അവൾ ആലോചിച്ചു, എന്താണ് ശരി, എന്താണ് തെറ്റ്? ആദ്യം സ്വന്തം മനസ്സിനെ കണ്ടെത്തുക. അതിനുശേഷമാകട്ടെ വിചാരണയും വിധിയും. കൃഷ്ണനുണ്ണിയെ വെറുക്കാൻ അവൾ കാരണമൊന്നും കണ്ടില്ല. അയാൾ തികച്ചും അഭികാമ്യനാണ് എന്നു മാത്രമല്ല, അയാളെക്കുറിച്ച് ഒരു ഇമേജുമുണ്ട്. ബഹുമാനവും ആദരവും ഇഷ്ടം പോലെയുണ്ട്. അയാൾ വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന ദുഃഖമല്ലേ എതിർപ്പായി പരിണമിച്ചത്? ഒരിക്കലും ലഭിക്കുകയില്ലാത്ത ഒന്നിനോടുള്ള ആഗ്രഹമല്ലേ വിദ്വേഷമായി വന്നത്? കൃഷ്ണനുണ്ണി പുരുഷനാണ്, ആണത്തമുള്ളവൻ. മനസ്സിൽ തോന്നിയത് തുറന്നു ചോദിക്കാനുള്ള ചങ്കൂറ്റം. ആശിക്കുന്നത് നിരാശയ്ക്കിടയാക്കുമെന്ന് അറിയാം. ആരും ഇതനുവദിക്കാൻ പോകുന്നില്ല. തെക്കുംകോയിക്കൽ ഇതറിഞ്ഞാൽ ഗർജനമുണ്ടാകും. അമ്മയോ അച്ഛനോ അമ്മാവനോ ജീവനുണ്ടെങ്കിൽ സമ്മതിക്കുകയില്ല. പിന്നെ എന്തിന് ഹരിക്കുട്ടൻ ഈ പാഴ്വേലയ്ക്ക് മുതിരുന്നു? അല്ലെങ്കിൽ എല്ലാവരെയും ധിക്കരിച്ച് കല്യാണിയെയും കൂട്ടി ഇറങ്ങിപ്പോകണം. അതിനുള്ള കരുത്ത് ഈ ജന്മത്തിൽ ഉണ്ടാകുകയുമില്ല. പിറ്റേന്ന് ഹരിഹരൻ വിലാസിനിയോട് പറഞ്ഞു, നമുക്കൊന്ന് പുറത്തേക്ക് പോകാം. എവിടേക്ക്? നമുക്കിഷ്ടമുള്ളിടത്തേക്ക്. വിലാസിനി അയാളെ സൂക്ഷിച്ചു നോക്കി. ഉച്ചതിരിഞ്ഞ് ഷോപ്പിങ്ങിനെന്നും ഭാവിച്ച് കല്യാണിയെയും കൂട്ടി അവൾ ഹരിഹരനോടൊപ്പം കാറിലിറങ്ങി തിരിച്ചു. ഹരിഹരനാണ് ഡ്രൈവ് ചെയ്തത്. കൃഷ്ണനുണ്ണിയുടെ വീട്ടിലേക്ക് തിരിയുന്ന റോഡിലൂടെ കാർ നീങ്ങിയത് വിലാസിനിക്ക് മനസ്സിലായി. അവൾ വിവശതയോടെ മുഖം താഴ്ത്തി വിരലുകൾ കൂട്ടിപ്പിടിച്ചു. കാർ കൃഷ്ണനുണ്ണിയുടെ വീട്ടിലെത്തി. വിലാസിനിയെ കണ്ടപ്പോൾ കൃഷ്ണനുണ്ണിക്കും അമ്മയ്ക്കും അത്ഭുതം. കുശലാന്വേഷണങ്ങൾ, സ്വീകരണ സൽക്കാരങ്ങൾ. 4 പേരും ഒന്നിച്ച് ഒരേ മുറിയിൽ സംസാരിച്ചങ്ങനെയിരുന്നു. വിലാസിനിക്കൽപ്പം ജാള്യം തോന്നിയിരുന്നു. കൃഷ്ണനുണ്ണിയെ നോക്കുമ്പോഴും സംസാരിക്കേണ്ടി വരുമ്പോഴും അവൾ പതറി. ഒടുവിൽ അമ്മ എന്തിനോ അടുക്കളയിലേക്ക് പിൻവാങ്ങി. ഹരിഹരൻ കല്യാണിയെയും കൊണ്ട് അമ്മയുടെ പിന്നാലെ ചെന്നു. ഓർക്കാപ്പുറത്താണ് താനും കൃഷ്ണനുണ്ണിയും മാത്രമേ മുറിയിലുള്ളൂ എന്ന് വിലാസിനി അറിഞ്ഞത്. അവൾ പകച്ചുപോയി. കല്യാണി എവിടെ? അവൾ എഴുന്നേൽക്കാൻ ഭാവിച്ചു. വിലാസിനി ഇരിക്കൂ, കൃഷ്ണനുണ്ണി ആജ്ഞാസ്വരത്തിൽ പറഞ്ഞു. അവളുടെ മുഖം ചുവന്നു തുടുത്തു. മിഴികൾ പിടഞ്ഞു. വിലാസിനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഇല്ല. പരിഭവമോ? ഇല്ല. സ്നേഹം? അവൾ മൂളി. ഞാൻ പ്രതീക്ഷിക്കട്ടെ? ഇപ്പോൾ അവൾ മുഖമുയർത്തി അയാളെ നോക്കി. ദയനീയമായ നോട്ടം. ആ കണ്ണുകളിൽ അനിശ്ചിതത്വമാണ് അയാൾ കണ്ടത്. അധ്യായം 20. അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു ഉടമ്പടിയുണ്ടായി. വിലാസിനിയുടെ കണ്ണുകളിൽ പുതിയൊരു ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നസദൃശ്യമായ പ്രതീക്ഷ നീന്തിക്കൊണ്ടിരുന്നു. വൈദവ്യത്തിൻ്റെ മരവിപ്പിൽ നിന്ന്, ഏകാന്തമുഖമായ ശൂന്യതയിൽ നിന്ന് ചലനാത്മകമായ ജീവിതത്തിലേക്ക് ആദ്യത്തെ കാൽവെപ്പ് നടത്തിക്കഴിഞ്ഞുവെന്ന് അവൾക്ക് തോന്നി. മനസ്സ് വീണ്ടും സന്ധ്യ പോലെ, പ്രഭാതം പോലെ പൂത്തുവിടർന്നുകൊണ്ടിരുന്നു. മുരടിച്ചുപോയ ജീവിതത്തിൽ വീണ്ടും സ്നേഹനിർഭരമായ കരലാളനകൾ, സാന്ത്വനോക്തികൾ. പിന്നെയും ഇടയ്ക്കിടെ സന്ദർശനങ്ങളുണ്ടായി. കാറിൽ ഹരിഹരൻ കൂട്ടിക്കൊണ്ടുപോകും കൃഷ്ണനുണ്ണിയുടെ വീട്ടിലേക്ക് കല്യാണിയോടൊപ്പം. അവിടെ സന്തോഷകരമായ 1-2 മണിക്കൂർ ചെലവഴിക്കും. പക്വവും ദൃഢവുമായ പുതിയൊരു ഹൃദയബന്ധം ഉരുത്തിരിഞ്ഞുകൊണ്ടിരുന്നു. വിലാസിനിക്ക് പക്ഷേ ആശങ്കകളുണ്ടായിരുന്നു. വീട്ടിൽ ഈ ബന്ധം അംഗീകരിക്കുമോ? ആരൊക്കെ ചക്രായുധങ്ങളുമായി ചീറി വരും? വീട്ടുകാർ എതിർത്താൽ എന്തു ചെയ്യണം? കൃഷ്ണനുണ്ണിയുമായുള്ള ബന്ധം വീണ്ടുമൊരു ദുഃഖത്തിന് കാരണമാകുമോ? എല്ലാം മറക്കേണ്ടി വരുമോ? എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ കൂട്ടമായി ആലോചിച്ചു. അമ്മ മുഖേന വിവാഹാലോചന ആരംഭിക്കാമെന്നായിരുന്നു ഹരിഹരൻ്റെ കണക്കുകൂട്ടൽ. ഒരു ദിവസം അമ്മയുടെ മുറിയിൽ ചെന്ന് അവൻ സംഭാഷണം തുടങ്ങി. പല കാര്യങ്ങൾ പറഞ്ഞ് സംഭാഷണം വിലാസിനിയിൽ എത്തിച്ച ഹരിഹരൻ അമ്മയോട് പറഞ്ഞു, ചേച്ചിയുടെ കാര്യം ഓർത്താൽ കഷ്ടമല്ലേ അമ്മേ? ഇത്ര ചെറുപ്പത്തിലെ വിധി എന്നല്ലാതെ എന്തു പറയാൻ? വിധി തിരുത്താനൊക്കെ നമുക്ക് പറ്റും. എങ്ങനെ? ചേച്ചിക്ക് വേണമെങ്കിൽ ഇനി ഒരു വിവാഹം കൂടി ആകാമല്ലോ. അമ്മ മകനെ സൂക്ഷിച്ചു നോക്കി. തെക്കുംകോയിക്കൽ അങ്ങനെയൊരു പാരമ്പര്യമില്ല. വിധവാ വിവാഹം. നമുക്കത് പറ്റില്ല മോനെ. നമുക്കെന്ന് പറഞ്ഞാൽ ആർക്ക്? എതിർക്കാൻ അച്ഛനും അമ്മാവനുമല്ലേ ഉള്ളൂ. മകളുടെ നല്ല കാലം കൊതിക്കുന്ന ഏതൊരച്ഛനും സമ്മതിക്കുകയുള്ളൂ. നീ ഇങ്ങനെയൊക്കെ പറയാൻ എന്തുണ്ടായി? അവൾക്ക് വിവാഹം വേണമെന്ന് പറഞ്ഞു. അമ്മ അമ്പരക്കുന്നതെന്തിനാ? അവൾ അങ്ങനെ പറഞ്ഞോ? ചേച്ചിക്ക് അത് ആശിച്ചുകൂടെ? പറഞ്ഞുകൂടെ? അമ്മ വിദൂരതയിലേക്ക് സൂക്ഷിച്ചു നോക്കിയിരുന്നു. അച്ഛനോട് അമ്മ പറയണം, ചേച്ചിയുടെ ജീവിതം ഈ വീട്ടിലെ ഒരറയിൽ തടവിലിട്ട്
മുരടിപ്പിക്കാൻ നമുക്കാർക്കും അവകാശമില്ല. ഹരിഹരൻ മുറിവിട്ടിറങ്ങി. അമ്മ അന്ന് തന്നെ ആദിത്യവർമ്മയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ആദിത്യവർമ്മ നിശിതമായി എതിർത്തു. അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനാ? കുട്ടികളുടെ കാലമല്ലേ ഇത്? അവൾ ആശിക്കുന്നെങ്കിൽ നമ്മൾ എന്തിനാ അവളുടെ ശാപം തലയിൽ കയറ്റുന്നത്? ഇല്ല ഇല്ല. ആദിത്യവർമ്മ വഴങ്ങിയില്ല. പിന്നെയും നിരന്തരമായ നിർബന്ധം ചെലുത്തലുകൾ, അപേക്ഷകൾ. ആരാ എതിര്? നമുക്ക് നോക്കിയാൽ പോരെ? നമ്മുടെ മോളുടെ സന്തോഷത്തേക്കാൾ വലുതായി നമുക്കെന്താ ഉള്ളത്? മനോഹരവർമ്മ സമ്മതിക്കുകയില്ല. നമ്മുടെ മകളേക്കാൾ വലുതാണോ ആ സമ്മതം? ആലോചിക്കട്ടെ. അത്രയും സമാധാനം. ആദിത്യവർമ്മ മനോഹരവർമ്മയുമായി ആലോചിച്ചു. നടക്കില്ല ആദിത്യ, ആലോചിക്കണ്ട. തെക്കും കോയിക്കലത് നടക്കില്ല. മനോഹരവർമ്മയുടെ വാക്കിന് തെക്കും കോയിക്കൽ വിലയുണ്ട്. അവിവാഹിതനായ അയാളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് പണ്ടു മുതൽക്ക് കാര്യങ്ങൾ നടന്നു പോന്നിട്ടുള്ളത്. അവളുടെ ആഗ്രഹം നടക്കില്ല. പെണ്ണുങ്ങൾ അരുതാത്തത് ആഗ്രഹിച്ചുകൂടാ. ഓരോന്നിനും ഓരോ നിറവും മുറയുമുണ്ട്. ചഞ്ചലചിത്തരാണ് സ്ത്രീകൾ. ചാപല്യമാണ് അവരുടെ മുഖമുദ്ര. അവരുടെ ആഗ്രഹങ്ങൾക്ക് പുറകിൽ ചിലപ്പോൾ ഒരു നീതിയും ഉണ്ടാകില്ല. കാരണം വികാരമാണ് അവരെ ഭരിക്കുന്നത്, വിവേകമല്ല. അവരുടെ ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കാനാണ് പൂർവികർ ഓരോ കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കി വെച്ചത്. ആദിത്യ, ആഗ്രഹിക്കുന്നതെല്ലാം നമ്മൾ നടത്തിക്കൊടുക്കരുത്. ആദിത്യൻ്റെ മകളായാലും കൊച്ചുമകളായാലും. ആദിത്യവർമ്മ ഒന്നും മിണ്ടാതെ കേട്ടിരുന്നു. മാത്രമല്ല, മനോഹരവർമ്മ തുടർന്നു, വിലാസിനിക്ക് പെട്ടെന്നിങ്ങനെ തോന്നണമെങ്കിൽ ഒരു കാരണമുണ്ടാകും. ഹരിക്കുട്ടനായിരിക്കും അവളുടെ വക്കാലത്ത് പിടിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അവൾ ആരെയെങ്കിലും മോഹിക്കുന്നുണ്ടെന്നാണ്. അല്ലെങ്കിൽ ഇപ്പോഴീ പ്രശ്നവുമില്ല. അങ്ങനെയൊന്നും കാണുകയില്ല. ആദിത്യൻ നയത്തിലൊന്ന് അന്വേഷിച്ചു നോക്ക്. എൻ്റെ ഊഹം തെറ്റുകയില്ല. ആദിത്യവർമ്മ ഭാര്യയോട് ഇതേക്കുറിച്ച് പറഞ്ഞു. അവർ ഹരിക്കുട്ടനെ വിളിച്ചു ചോദിച്ചു. ഹരിഹരന് സമ്മതിക്കേണ്ടി വന്നു. അമ്മ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ വന്നിട്ടുണ്ട്. കൃഷ്ണനുണ്ണി, ഞങ്ങളുടെ പത്രത്തിൻ്റെ അഡ്വർടൈസിംഗ് മാനേജർ. സാമാന്യം നല്ല സാമ്പത്തിക സ്ഥിതി, സ്വന്തം വീട്, ബന്ധുവായി അമ്മ മാത്രം. ആശുപത്രിയിൽ വെച്ച് കണ്ട അവനാണോ? അതെ. അവൻ എന്താ ജാതി? തമ്പുരാനല്ല. ഇനിയൊന്നും കേൾക്കണ്ട എന്നായി അമ്മയ്ക്ക്. സംഭവങ്ങളുടെ കിടപ്പ് അവർക്ക് മനസ്സിലായി. വിലാസിനി അവനെ കണ്ട് മോഹിച്ചു കാണും. കൂടെ കൂടെ സന്ദർശനവും ഉണ്ടായിരുന്നിരിക്കും. അവൾ പുറത്തേക്ക് പോകുന്നത് എവിടേക്കാണെന്ന് സൂക്ഷ്മമായി അറിയില്ലായിരുന്നു. തെക്കും കോയിക്കൽ ഇതാദ്യത്തെ സംഭവമാണ്. വിധവ അന്യ ഒരുവനുമായി അടുപ്പമുണ്ടാകുന്നത്. അവനെ മോഹിക്കുക, അവനുമായി വിവാഹാലോചനയ്ക്ക് മുൻകൈയെടുക്കുക, അതിനൊക്കെ നേരാങ്ങള കൂട്ടുനിൽക്കുകയും. ഇത് ശരിയാകാൻ പോകുന്നില്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. കുട്ട, ഇതിവിടെ അവസാനിപ്പിച്ചേക്കുക. അച്ഛനും അമ്മാവനും സത്യാവസ്ഥ അറിഞ്ഞാൽ ഈ വീട് കീഴ്മേൽ മറിക്കും. അരുതാത്തതൊന്നും നടന്നിട്ടില്ലമ്മേ. തെക്കും കോയിക്കിലെ പെണ്ണിന് ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ടു കൂടുന്ന ഏത് പാരമ്പര്യ പുസ്തകത്തിലാ എഴുതിയിരിക്കുന്നത്? മോഹിച്ചതാണോ കുറ്റം? ഹരിക്കുട്ട, എതിർക്കണ്ട, നടക്കില്ല. ഒടുവിൽ പ്രശ്നം ആദിത്യവർമ്മയുടെയും മനോഹരവർമ്മയുടെയും മുൻപിലെത്തി. മനോഹരവർമ്മ പൊട്ടിത്തെറിക്കുകയായിരുന്നു. കുറ്റിയിൽ കെട്ടി തീയിട്ടെരിക്കുകയാണ് വേണ്ടത് അവളെ. തെക്കും കോയിക്കിലെ പെണ്ണ്, അതും ഒരു വിധവ, പ്രേമിക്കാനും ശൃംഗരിക്കാനും ഇറങ്ങിയിരിക്കുന്നു. ഇവരുടെ കാറിൽ പോക്ക് എങ്ങോട്ടായിരുന്നുവെന്ന് ആദിത്യനും മനസ്സിലായോ? എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് ആരറിഞ്ഞോ? പെങ്ങളെ കണ്ടവന് കൂട്ടിക്കൊടുക്കാൻ ഒരാങ്ങളെയും. അമ്മാവൻ സൂക്ഷിച്ച് സംസാരിക്കണം. ഹരിഹരൻ പൊട്ടിത്തെറിച്ചു. ഹരിക്കുട്ട, അമ്മ താക്കീതിൻ്റെ സ്വരത്തിൽ വിളിച്ചു. നീ ആരോടാണ് സംസാരിക്കുന്നതെന്നറിയാമോ? അറിയാം. നീച മനസ്സുള്ള ഒരു മനുഷ്യനോട്. ആരുമറിയാതെ വ്യഭിചരിച്ചോളാൻ പറഞ്ഞ മാന്യനോട്. ചേച്ചിയോടും ഈ മാന്യൻ ഈ പ്രശ്നത്തിൽ പരിഹാരം നിർദ്ദേശിക്കുന്നത് ഇതുതന്നെയായിരിക്കും. മനോഹരവർമ്മ സ്തബ്ധനായി നിന്നു. ആദിത്യവർമ്മയുടെ മുഖം കലങ്ങി. നീ ഇനി ഒരക്ഷരം സംസാരിച്ചു പോകരുത്. ഈ വീട്ടിലിനി നിന്റെ ശബ്ദം കേൾക്കരുത്. ഹരിഹരൻ കുപിതനായി ചാടിയിറങ്ങിപ്പോയി. മനോഹരവർമ്മ ഇടിമുഴക്കം പോലെ പറഞ്ഞു. വിലാസിനി ഇനി വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകരുത്. ഈ പ്രശ്നത്തെക്കുറിച്ച് ഈ വീട്ടിൽ യാതൊരു സംഭാഷണവും ഉണ്ടാകാൻ പാടില്ല. വിലാസിനിക്ക് കരയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. വിലാസിനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു വേളി നടത്തി കൊടുക്കാനും അച്ഛനും അമ്മയും മനസ്സാ തയ്യാറായിരുന്നു. പക്ഷേ അവൾ ആഗ്രഹിക്കുന്നവൻ യോഗ്യനായ ഒരു തമ്പുരാനായിരിക്കണമായിരുന്നു. എന്നിരുന്നാലും മനോഹരവർമ്മ അത് സമ്മതിക്കുകയില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അങ്ങനെ ആ പ്രശ്നം വേദനിക്കുന്ന മനസ്സുകളിൽ ഒതുങ്ങി. സ്നേഹം അവർക്ക് വിങ്ങുന്ന ഒരോർമ്മയായി. ഹരിഹരൻ ഒരു ദിവസം വിലാസിനിയെ വിളിച്ചു ചോദിച്ചു, ചേച്ചിക്ക് ധൈര്യമുണ്ടോ? എന്തിന്? അവൾ പകച്ചു. കൃഷ്ണനുണ്ണിയുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ. ഇല്ല, എനിക്കതിന് കരുത്തില്ല. ഒന്നും സംഭവിക്കില്ല. കൃഷ്ണനുണ്ണി ചേച്ചിയെയും കല്യാണിയെയും പൊന്നുപോലെ നോക്കും.
ഭാവിയെക്കുറിച്ചോർത്ത് ശങ്കിച്ചിട്ടല്ല ഹരിക്കുട്ട, എനിക്ക് ശക്തിയില്ലതിന്. ഹരിഹരൻ അവൾക്ക് ധൈര്യം പകരാൻ ശ്രമിച്ചതൊന്നും ഫലവത്തായില്ല. അദൃശ്യമായ ഒരു ചങ്ങല അവളെ വരിഞ്ഞു മുറുക്കിയിരുന്നു. അത് പൊട്ടിച്ചെറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഒരു ദിവസം ഹരിഹരൻ ഒരു കത്ത് വിലാസിനിയെ ഏൽപ്പിച്ചു. അവൾ തുറന്നു നോക്കി. കൃഷ്ണനുണ്ണി എഴുതിയിരിക്കുന്നു: എൻ്റെ കൂടെ ഇറങ്ങിപ്പോരാൻ ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ വരിക. വിലാസിനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ഇറങ്ങിപ്പോന്നാൽ ഒരിക്കലും പശ്ചാത്തപിക്കേണ്ടി വരില്ലെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അതിൽ കൂടുതൽ എനിക്കെന്ത് ചെയ്യാനാവും? വിലാസിനി കത്തും കയ്യിൽ വെച്ച് ദിക്കറിയാതെ പകച്ചിട്ടെന്ന പോലെ ഇരുട്ടിലെന്ന പോലെ ഇരുന്നു. വിലാസിനി വീണ്ടും വീണ്ടും ആ കുറിപ്പ് വായിച്ചു. സ്നേഹത്തിൻ്റെയും വാഗ്ദാനത്തിൻ്റെയും അടയാളങ്ങളാണത്. ഇറങ്ങിച്ചെല്ലാൻ, നാശത്തിലേക്കല്ല, മരവിപ്പിലേക്കല്ല, മോഹിക്കുന്ന ജീവിതത്തിലേക്ക്. ഞാൻ വരും, എൻ്റെ മോളെയും കൂട്ടി ഇറങ്ങി വരാം. അവൾ മനസ്സാ മന്ത്രിച്ചു. അപ്പോഴേക്കും നടുക്കുന്ന ശബ്ദത്തോടെ വിളക്കിൻ്റെ ചങ്ങല വന്ന് വീഴുകയായി. പിന്നെ അനങ്ങാൻ വയ്യ. ഇല്ല, ഈ വീട് വിട്ട് അമ്മയെയും അമ്മാവനെയും ധിക്കരിച്ച് പോകാൻ വയ്യ. അതിന് ചങ്കൂറ്റമില്ല. അവരെ വേദനിപ്പിക്കാൻ, അവരുടെ അഭിമാനം മുറിപ്പെടുത്താൻ, അവരുടെ ശാപം ഏറ്റുവാങ്ങാൻ ശക്തിയില്ല. മനസ്സ് രണ്ടായി പിളർന്നുവെന്ന് അവൾക്ക് തോന്നി. ഒരു പാതി അവളെ ഇടത്തോട്ട് വലിച്ചു. വാ, ഇറങ്ങി വാ, നീ കൊതിക്കുന്ന ജീവിതത്തിലേക്ക് വാ. ഇന്ന് നിനക്കത് നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിതത്തിലൊരിക്കലും ലഭിക്കുകയില്ല. മറ്റേ പാതി അവളെ വലതുഭാഗത്തേക്ക് വലിച്ചു. പോകരുത്, വെറും പ്രലോഭനങ്ങളാണ് എല്ലാം. തെക്കും കോയിക്കലിന് നീ അപമാനമുണ്ടാക്കരുത്. നിന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നിന്ദിക്കരുത്. നീ നിന്റെ ചപല വികാരങ്ങളെ അതിജീവിക്കും. നിന്റെ മരിച്ചുപോയ ഭർത്താവിൻ്റെ ഓർമ്മയ്ക്കു വേണ്ടി നീ ജീവിക്കുക, നിന്റെ മകൾക്കു വേണ്ടിയും. മനസ്സിലെ ഈ വടംവലിക്കിടയിൽ കിടന്ന് അവൾ വലിഞ്ഞു. വ്യക്തമായ ഒരു തീരുമാനവും എടുക്കാൻ കഴിഞ്ഞില്ല. ഹരിഹരൻ അവളെ ഉത്തേജിപ്പിക്കാൻ ശ്രമിച്ചു. ചേച്ചി, നരച്ച ശൂന്യമായ ഒരു ജീവിതമാണ് ചേച്ചിക്കിവിടെ ശേഷിക്കുന്നത്. ഒരല്പം ധൈര്യം കാട്ടിയാൽ കിട്ടാൻ പോകുന്നത് നാനാവർണ്ണങ്ങളുള്ള ജീവിതമാണ്. വിലാസിനി ശ്രദ്ധിച്ചു കേട്ടു. ചേച്ചി ഒരു വാക്ക് പറഞ്ഞാൽ മതി, എല്ലാം ഞങ്ങളേറ്റു. ഒരേയൊരു വാക്ക്, വരാം എന്ന്. ഞാൻ കൃഷ്ണനുണ്ണിയോട് പറയട്ടെ, സമ്മതിച്ചെന്ന്. അവൾ പതുക്കെ തലയാട്ടി. എന്നിട്ട് വിങ്ങിക്കരയാനും തുടങ്ങി. ഹരിഹരൻ അന്ന് തന്നെ കൃഷ്ണനുണ്ണിയെ വിവരമറിയിച്ചു. ചേച്ചിക്ക് സമ്മതമാണ് ഇറങ്ങി വരാൻ. പെട്ടെന്ന് തന്നെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. ആരും അറിയാതെ വിലാസിനിയെ വീടിന് പുറത്തെത്തിക്കുക. ഒട്ടും താമസിയാതെ അവർ തമ്മിലുള്ള രജിസ്റ്റർ മാരേജ് നടത്തുക. ഹരിഹരൻ പദ്ധതിയെല്ലാം വിലാസിനിയെ വിവരിച്ചു കേൾപ്പിച്ചു. വേണ്ട ഹരിക്കുട്ട, വേണ്ട. അവൾ തേങ്ങി. ചേച്ചി പിന്നെ സമ്മതിച്ചത്? ഉടനെ വേണ്ട. എനിക്കൊന്ന് തയ്യാറെടുക്കണം, ശക്തി സംഭരിക്കണം. ഒന്ന് തീരുമാനിച്ചാൽ അത് പിന്നെ വച്ച് താമസിപ്പിക്കരുത്. കരുത്തൊക്കെ വേണ്ട സമയത്ത് താനേ കിട്ടിക്കൊള്ളും. ധൃതി പിടിച്ചൊന്നും തീരുമാനിക്കല്ലേ. എനിക്ക് കുറച്ച് സമയം വേണം. ആവശ്യത്തിന് സമയമുണ്ട്. ഹരിഹരനും കൃഷ്ണനുണ്ണിയും കൂടി ഒരു ദിവസം തീരുമാനിച്ചു. അത് ഹരിഹരൻ വിലാസിനിയെ അറിയിച്ചു. വ്യാഴാഴ്ച 10 മണിക്ക് കാർ വന്ന് മതിലിന് വെളിയിൽ കാത്തുകിടക്കും. കൃഷ്ണനുണ്ണിയും വിവാഹത്തിനു വേണ്ട സാക്ഷികളും അതിലുണ്ടായിരിക്കും. ചേച്ചി രാവിലെ കുളിച്ചൊരുങ്ങിയിരിക്കണം. 10:30 മണിക്ക് ഞാൻ കല്യാണിയെയും കൂട്ടി പുറത്തിറങ്ങുന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് ചേച്ചി വടക്കുവശത്തെ ഗേറ്റിലൂടെ ആരും കാണാതെ റോഡിലിറങ്ങുന്നു. വന്ന് കാറിൽ കയറുന്നു. നമ്മൾ നേരെ രജിസ്റ്റർ കച്ചേരിയിലേക്ക് പോകുന്നു. വിവാഹം കഴിഞ്ഞാലുടൻ കൃഷ്ണനുണ്ണിയുടെ വീട്ടിലേക്ക്. അവിടെ വെച്ച് ചെറിയൊരു ചായ സൽക്കാരം. അത് കഴിഞ്ഞാലുടൻ ചേച്ചിയും കൃഷ്ണനുണ്ണിയും കല്യാണിയും കൂടി അകലെയുള്ള ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് താൽക്കാലിക താമസത്തിന് പോകുന്നു. അപ്പോഴേക്കും വീട്ടിൽ വിവരമറിഞ്ഞ് അന്വേഷണം ആരംഭിച്ചിരിക്കും. സ്വാഭാവികമായും അവർ പോലീസിനെയും കൂട്ടി കൃഷ്ണനുണ്ണിയുടെ വീട്ടിലെത്തും. അപ്പോൾ അമ്മ വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയെടുത്ത് അവരെ കാണിക്കുന്നു. അവർ വാലുമടക്കി പിൻവാങ്ങുന്നു. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. വീട്ടിലെ അവസ്ഥ എന്തവസ്ഥ? അമ്മ കരയും. അച്ഛനും അമ്മാവനും കൂട്ടിലടയ്ക്കപ്പെട്ട സിംഹങ്ങളെപ്പോലെ ചീറിയും ഗർജിച്ചും അവിടെ പാഞ്ഞു നടക്കും. ഒടുവിൽ അച്ഛൻ പറയും, എനിക്കിങ്ങനൊരു മകളില്ലെന്ന്. 1-2 വർഷം അങ്ങനെയൊക്കെ തന്നെ പോകും. അത് കഴിയുമ്പോൾ ഓരോരുത്തർ അടുത്തുകൂടാൻ തുടങ്ങും. പറഞ്ഞു കേട്ടപ്പോൾ എല്ലാം ലളിതമായി വിലാസിനിക്കും തോന്നി. സങ്കല്പിച്ച് പെരുപ്പിക്കാതിരുന്നാൽ എല്ലാം ശാന്തമായി കലാശിക്കാവുന്നതേ ഉള്ളൂവെന്ന് കാണാം. മനസ്സിൻ്റെ ബലക്കുറവാണ് പ്രധാന തടസ്സം. ധൈര്യമുണ്ടെങ്കിൽ എല്ലാം നിസ്സാരം, ഇല്ലെങ്കിൽ ബാലി കയറാമല. വിലാസിനി എതിർത്തൊന്നും പറഞ്ഞില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ മാനസികമായ തയ്യാറെടുപ്പാണ് വേണ്ടതെന്ന് കണ്ട് അവൾ അതിന് ശ്രമിച്ചു. പക്ഷേ നെഞ്ചിലൊരു നെരിപ്പോട് സദാസമയവും എരിയുന്നുണ്ടെന്ന് തോന്നി. എല്ലായ്പ്പോഴും കൈകാലുകൾ കുഴഞ്ഞിരുന്നു. വല്ലാത്തൊരു തളർച്ച ശരീരത്തെ ബാധിച്ചതുപോലെ.
അവളുടെ മുഖമാണെങ്കിൽ പനി ബാധിച്ചതുപോലെ തളർന്നു കാണപ്പെട്ടു. കണ്ണുകളിൽ പ്രകാശമണഞ്ഞു. ഒരു തളർന്ന നിഴൽ പോലെ അവൾ ചലിച്ചുകൊണ്ടിരുന്നു. അമ്മ ഈ ഭാവപകർച്ച ശ്രദ്ധിക്കാതിരുന്നില്ല. അവർ പലവട്ടം ചോദിക്കുകയും ചെയ്തു, എന്തു പറ്റി നിനക്ക്? സന്നി ബാധിച്ചതുപോലെയുണ്ടല്ലോ. കൈക്കാണെങ്കിൽ നല്ല ചൂട്. എനിക്ക് ഒന്നുമില്ലമ്മേ. മനോവിഷമമാണല്ലേ? എനിക്കറിയാം മോളെ. സാരമില്ല, കുറെ കഴിയുമ്പോൾ എല്ലാം മാറും. വ്യാഴാഴ്ചയായി. രാവിലെ ഹരിഹരൻ ഒരിക്കൽ കൂടി വിലാസിനിയെല്ലാം ഓർമ്മിപ്പിച്ചു. വിലാസിനി മനസ്സിന് തീ പിടിച്ച പോലെയാണ് കഴിഞ്ഞത്. 10 മണിയായി. ഹരിഹരൻ കല്യാണിയെ ഏറ്റവും നല്ല ഉടുപ്പിടുവിച്ച് അണിയിച്ചൊരുക്കി. അച്ഛനും അമ്മാവനും തെക്കുപുറത്തെ വിശാലമായ തളത്തിലിരുന്ന് ചതുരംഗം കളിക്കുകയാണ്. സഞ്ജീവും വിമലും സ്കൂളിൽ പോയി കഴിഞ്ഞു. അമ്മ അകത്തളത്തിലെവിടെയോ. ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഒരാൾ ഒളിച്ചിറങ്ങിപ്പോയാൽ 1-2 മണിക്കൂർ നേരത്തേക്ക് ആരും അറിയുകയില്ല. ഹരിഹരൻ കല്യാണിയെയും കൊണ്ട് വിലാസിനിയുടെ അടുത്ത് ചെന്നു. ചേച്ചി, ഞങ്ങൾ ഇറങ്ങുന്നു. അരമണിക്കൂറിനുള്ളിൽ കാര്യം നടക്കണം. എല്ലാം ഓർമ്മയുണ്ടല്ലോ? വിലാസിനി ദയനീയമായി തലയാട്ടി. ഹരിഹരൻ അമ്മയോട് ചെന്ന് പറഞ്ഞു താൻ കല്യാണിയെയും കൊണ്ട് പുറത്തേക്കൊന്ന് പോവുകയാണെന്ന്. അയാൾ നേരെയുള്ള ഗേറ്റിലൂടെ കാറോടിച്ചിറങ്ങി. വടക്കുവശത്തെ മതിലിനരികിൽ ചെന്നപ്പോൾ കൃഷ്ണനുണ്ണിയും സ്നേഹിതരും കാറുമായി കാത്തുകിടപ്പുണ്ട്. കൃഷ്ണനുണ്ണിയുടെ മുഖം വല്ലാതെ മുറുകി കാണപ്പെട്ടു. ഹരിഹരൻ പുറത്തേക്ക് തലയിട്ട് പറഞ്ഞു, ഉടൻ വരും. ആർക്കും സംശയമൊന്നുമില്ലല്ലോ? കൃഷ്ണനുണ്ണി ഉദ്വേഗത്തോടെ ചോദിച്ചു. ഇല്ല. ആരും കാണുകയില്ലെന്ന് ഉറപ്പാണോ? ആരും കാണുകയില്ല. മുറുക്കമേറിയ നിമിഷങ്ങൾ. വിലാസിനി ഒരു മന്ദബുദ്ധിയെപ്പോലെ എങ്ങോ തുറച്ചു നോക്കിക്കൊണ്ട് നിന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാത്തതുപോലെ. തലയ്ക്കുള്ളിൽ ഒന്നുമില്ലെന്ന് അവൾക്ക് തോന്നി. നെഞ്ചിനു ഭാരം, ടണ്ണുകളോളം ഭാരം. ശൂന്യതയുടെ ഒരു വലയത്തിനുള്ളിൽ അവളുടെ മനസ്സ് പെട്ടുപോയി. ഒരു കൊടുങ്കാറ്റിലെന്ന പോലെ അത് എങ്ങോട്ടോ വലിച്ചെറിയപ്പെട്ടു. ക്ലോക്കിൽ 10 മണി അടിച്ചപ്പോൾ അവൾ ഞെട്ടി. ചുറ്റും പകച്ചു നോക്കി. ഹരിക്കുട്ടൻ പറഞ്ഞ സമയമായിരിക്കുന്നു. കൃഷ്ണനുണ്ണി വന്ന് കാത്തു നിൽക്കുന്ന സമയം. താൻ ഇറങ്ങിച്ചെല്ലേണ്ട സമയം. അവൾ ഒരു യന്ത്രപ്പാവയെപ്പോലെ വേഷം മാറി. നിലക്കണ്ണാടിയിൽ കണ്ട പ്രതിരൂപത്തെ അവൾ തുറച്ചു നോക്കി. ആകെ ഒരു പകപ്പ്, നടുക്കം. കാലുകൾക്ക് ഭാരം. വലിച്ചു നീക്കാൻ വയ്യ. വാതിലിലേക്ക് നീങ്ങിയ അവളുടെ കാലുകൾ കുഴഞ്ഞു. ഉപേക്ഷിച്ചു പോവുകയാണല്ലോ ഈ വീടിനെ, പെറ്റമ്മയെ, ബന്ധുക്കളെ, ഒരുപക്ഷെ എന്നേക്കുമായി. അമ്മേ, ശക്തി തരൂ. ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള കരുത്ത്, കടന്നു പോകാനുള്ള കരുത്ത്. എന്തോ മറന്ന പോലെ അവൾ തിരിച്ചുപോയി. വീണ്ടും വാതിൽക്കലെത്തി. വാതിലിൽ ചാരി നിന്ന് അവൾ കിതച്ചു. ഇനി അസ്ഥികൾക്ക് കൂടി തീ പിടിച്ചിരിക്കുന്നു. കണ്ണിലിരുട്ട് കയറുന്നത് പോലെ ബോധമണ്ഡലത്തിലും. അധ്യായം 21. 10 മണി കഴിഞ്ഞു. 10:45. കൃഷ്ണനുണ്ണിയും കൂട്ടരും കാത്തുനിന്നും മുഷിഞ്ഞു. കൃഷ്ണനുണ്ണിയുടെ വസ്ത്രം വിയർപ്പിൽ കുതിർന്നു. എല്ലാ മുഖങ്ങളിലും വർദ്ധിച്ച ഉദ്വേഗം. എന്തുകൊണ്ടാണ് വൈകുന്നത്? 11 മണിയായി. കൃഷ്ണനുണ്ണി ഹരിഹരനെ നോക്കി. അയാളും പകച്ചിരിക്കുകയാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? കണ്ടുപിടിക്കപ്പെട്ടോ? 1/4 മണിക്കൂർ കൂടി കഴിഞ്ഞു. ഹരിഹരൻ കാറിൽ നിന്നിറങ്ങി. കല്യാണിയെ കൃഷ്ണനുണ്ണിയുടെ കയ്യിലേൽപ്പിച്ചു. വടക്കുവശത്തെ ഗേറ്റ് തുറന്നു നോക്കി. വളപ്പിൽ ആരെയും കാണാനില്ല. അയാൾ അമ്പരപ്പോടെ വീടിന് നേർക്ക് നടന്നു. അച്ഛനും അമ്മാവനും ചതുരംഗം കളിയിൽ തന്നെ. അമ്മ അകത്തളത്തിൽ തന്നെ. എങ്ങുമില്ല ഒച്ചയും അനക്കവും. ഹരിഹരൻ വിലാസിനിയുടെ മുറി വാതിൽക്കലെത്തി. വാതിൽ അടഞ്ഞു കിടക്കുന്നു. തള്ളി നോക്കി. അകത്തുനിന്ന് ബന്ധിച്ചിരിക്കുകയാണ്. ചേച്ചി. ഹരിഹരൻ വാതിലിൽ തട്ടി വിളിച്ചു. മറുപടിയില്ല. വീണ്ടും വിളിച്ചു. എന്നിട്ടും പ്രതികരണമുണ്ടായില്ല. ഹരിഹരന് ഉൾക്കിടലമുണ്ടായി. ചേച്ചി. അയാൾ വാതിലിൽ ആഞ്ഞടിച്ചു. അടച്ചിട്ടിരിക്കുകയാണ്. ഹരിഹരൻ ജനാലയുടെ നേർക്ക് ഓടി. അതും അടഞ്ഞുകിടക്കുന്നു. അടുത്ത ജനാലയെ നോക്കി. അതും അടച്ചിട്ടിരിക്കുന്നു. ഹരിഹരൻ നടുക്കത്തോടെ ജനാലച്ചില്ല് ഇടിച്ചു പൊട്ടിച്ചു. ചില്ലുകഷ്ണങ്ങൾ മുറിയിലും പുറത്തുമായി തകർന്ന് ചിതറി വീണു. ഹരിഹരന്റെ കൈ മുറിഞ്ഞ് ചോര വാർന്നു. ഹരിഹരൻ നോക്കുമ്പോൾ വിലാസിനി വാതിലിൽ ചാരി നിൽപ്പുണ്ട്. വാതിലകത്തുനിന്ന് ബന്ധിച്ചിട്ടുണ്ട്. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. എന്തൊരു ചതിയാണിത് ചേച്ചി, അയാൾ നിലവിളിക്കും പോലെ പറഞ്ഞു. ചില്ലുകൾ പൊട്ടിത്തകർന്ന ശബ്ദം കേട്ട് അമ്മയാണ് ആദ്യം ഓടിയെത്തിയത്. പുറകെ ആദിത്യവർമ്മയും മനോഹരവർമ്മയും. ഹരിക്കുട്ട, എന്താ ഇവിടെ? അമ്മ വിളിച്ചു ചോദിച്ചു. മനോഹരവർമ്മ വിലാസിനിയുടെ വാതിലിൽ ആഞ്ഞു തള്ളി. പിന്നെ ഹരിഹരന്റെ അടുത്തേക്ക് വന്നു. എന്താ ഹരി ഇത്? നീയാണോ ചില്ല് പൊട്ടിച്ചത്? നിന്റെ കൈ മുറിഞ്ഞല്ലോ. അയ്യോ, എന്തുമാത്രം ചോര. ആദിത്യവർമ്മ ചില്ല് പൊട്ടിയ ജനാലയിലൂടെ അകത്തേക്ക് നോക്കി. വിലാസിനി ഒരു മരപ്പാവ് കണക്കെ വാതിലിൽ ചാരി നിൽപ്പുണ്ട്. അവളൊരു ദൂരയാത്രയ്ക്കെന്നവണ്ണം ഉടുത്തൊരുങ്ങിയിരിക്കുന്നു. അതേസമയം വാതിലും ജനലുമെല്ലാം അകത്തുനിന്ന് ബന്ധിക്കുകയും ചെയ്തിരിക്കുന്നു.
പുറത്തേക്ക് പോയ ഹരിഹരൻ ആരും കാണാതെ അകത്തേക്ക് വന്ന് ജനാല ഇടിച്ചു തകർത്തിരിക്കുന്നു. ആർക്കും ഒന്നും മനസ്സിലായില്ല. എന്നാൽ എന്തോ കുഴപ്പമുണ്ടെന്നും തോന്നി. എന്താ ഹരിക്കുട്ട ഇത്? അമ്മ അന്താളിച്ച് ചോദിച്ചു. ഹരിഹരൻ ഒരക്ഷരം മിണ്ടാതെ ചോരയൊലിക്കുന്ന കൈയും തൂക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അയാൾ നിരാശയോടെ തലയാട്ടിക്കൊണ്ടിരുന്നു. കൃഷ്ണനുണ്ണിയും കൂട്ടരും ഗേറ്റിൽ ഉദ്വേഗത്തോടെ കാത്തു നിൽക്കുന്നു. ഹരിഹരൻ ചോരയൊലിപ്പിച്ചുകൊണ്ട് നടന്നു വരുന്നത് അവരെ ഞെട്ടിച്ചു. എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ഹരിഹരൻ വന്ന് കാറിൽ കയറി. പോകാം. എന്തുപറ്റി ഹരിക്കുട്ട? കൃഷ്ണനുണ്ണി ഉൾക്കിടലത്തോടെ ചോദിച്ചു. പറയാം, ഇപ്പോൾ നമ്മൾ പോവുക. ഹരിഹരൻ കാറോടിച്ച് നീങ്ങി. പിന്നാലെ കൃഷ്ണനുണ്ണിയും. ഹൃദയം ഇപ്പോൾ പൊട്ടിച്ചെതിറുമെന്ന് കൃഷ്ണനുണ്ണിക്ക് തോന്നി. എന്താണ് സംഭവിച്ചത്? കാറുകൾ കൃഷ്ണനുണ്ണിയുടെ വീട്ടുമുറ്റത്തെത്തി. അമ്മ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരും കാറിൽ നിന്നിറങ്ങി. വിലാസിനിയെ കാണാഞ്ഞപ്പോൾ പദ്ധതി പരാജയപ്പെട്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. ഹരിക്കുട്ടൻ്റെ കയ്യിലെ മുറിവ് അവരെ അന്താളിപ്പിച്ചു. എന്താ ഉണ്ടായത്? കൃഷ്ണനുണ്ണി അയാളുടെ ചുമലിൽ പിടിച്ചുലച്ചു. കണ്ടുപിടിക്കപ്പെട്ടോ? വഴക്കുണ്ടായോ? അതോ മറ്റെന്തെങ്കിലും? മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ പറ ഹരി. ഒന്നുമുണ്ടായില്ല. അടുത്ത ഭാഗം നാളെ.